morning. Welcome back to Xylem Learning. So, ഇന്ന് നമ്മളെ എക്സാമിന്റെ ദിവസമാണ് അല്ലേ? ഇന്ന് രാവിലെയാണ് നമുക്ക് എക്സാം അറിയാം നമുക്ക്. സോ ഇന്ന് രാവിലെ എക്സാമിന് പോകുന്നതിന് മുന്നേ Xylem പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ഉണ്ടായിരിക്കുമെന്ന്. സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ്. ലാസ്റ്റ് ഇന്നലെ പഠിച്ച കാര്യങ്ങളും ഇത്രയും ദിവസം നമ്മൾ എടുത്ത എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഇന്ന് രാവിലെ ജസ്റ്റ് നമ്മൾ ബ്രഷപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പോവാണ്. എല്ലാ ഇക്വേഷൻസും അതേപോലെ തന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും. സോ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹായ് മുഹമ്മദ് അലി. സോ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ഹായ് ഹാഷിർ, ഗുഡ് മോർണിംഗ്. സോ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്, ഓരോ ചാപ്റ്ററിൽ ഇക്വേഷൻസ് പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസിൽ എത്രയായിരുന്നു ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നത്? നമുക്കൊരു 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? കാൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അത് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് R യൂസ് ചെയ്തിട്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു covariance of xy divided by standard deviation of x into standard deviation of y. This is equal to n summation xy minus summation x summation y divided by root of n summation x square minus summation x the whole square into square root of n summation y square minus summation y the whole square. ഇതെല്ലായിരുന്നു ഇക്വേഷൻ. ഹായ് ഹമീദ്, ഗുഡ് മോർണിംഗ്. ഹായ് സലീം, അഫ്ലു. യെസ് സലീം, ഡിഫറൻസിയേഷൻ നമ്മൾ പറയുന്നുണ്ട്. സോ ആരെന്താണ് നമ്മളെ കാൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ റേഞ്ച് എന്താണ്? അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് the range of കാൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. -1ന്റെയും 1ന്റെയും ഇടയിലാണ് എന്ത് നമ്മളുടെ ആറിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. -1 ആണെങ്കിൽ അതാണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും കാണിക്കുക. ഇനി -1ന്റെയും 0ന്റെയും ഇടയിലാണെങ്കിൽ അത് എന്തായിരിക്കും? അത് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും കാണിക്കുക. ഇനി പിന്നെ എന്തായിരുന്നു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്? റോ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? റോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? റോ ഇസ് ഈക്വൽ ടു, അതെന്തായിരുന്നു? നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. റോ ഇസ് ഈക്വൽ ടു 1 - 6 summation d square divided by n into n square minus 1. എന്തായിരുന്നു? റോ ഇസ് ഈക്വൽ ടു 6 summation d square divided by n into n square minus 1. ഇനി ഒരു കറക്ഷൻ ഫാക്ടർ കൂടെ വരികയാണെങ്കിലോ അതായത് നമ്മളെ റാങ്ക്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കറക്ഷൻ ഫാക്ടർ വരും. ദാറ്റ് ഇസ് സമ്മേഷൻ m³ - m by 12. ഇവിടെ 1 - 6 summation d square പ്ലസ് കറക്ഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ n into n square minus 1. നമ്മളെ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ക്വസ്റ്റ്യൻസ് ചെയ്യണോ അല്ലെങ്കിൽ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി? എന്താ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാത്തിലും ക്വസ്റ്റ്യൻസ് പറയണം. പിന്നെ ഇന്നലെ കുറെ ആൾക്കാർ എനോവയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എനോവയുടെ ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈസി ആയിട്ട് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. സോ സെറ്റ് അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻസ് ഫസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്? എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ ഇക്വേഷൻസ് പറഞ്ഞു പോവുക? എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെയാണ് ഇന്നത്തെ ക്ലാസ്. ബൂസ്റ്റർ ലൈവ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ബൂസ്റ്റർ ലൈവിൽ കൊടുക്കുക. സോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് കമന്റ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് പോവാം. എന്താ വേണ്ടത്? ഓക്കെ, നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് റിസൾട്ട്സ് were obtained in a regression analysis. ഒരു റിഗ്രഷൻ അനാലിസിസിൽ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സിന്റെയും 10 സ്റ്റുഡൻസിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ n is equal to 10 കിട്ടിയിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ അവർക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് മീൻ മാർക്സ് 40, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ എക്കണോമിക്സിന്റെ മാർക്സ് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.6 ആണ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് ദി സ്കോർ ഇൻ എക്കണോമിക്സ് ഓഫ് എ സ്റ്റുഡന്റ് ഹൂ സ്കോർ ഇസ് 50 ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്നലെ നമ്മൾ ചെയ്തില്ലേ ഇതുമാതിരത്തെ ഒരു ക്വസ്റ്റനിൽ? ഇന്നലെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? x, എക്കണോമിക്സ് എന്താണ്? y. ഇവിടെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ x is equal to 50 തരുമ്പം y is equal to എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. x is equal to 50 തരുമ്പം y is equal to എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ ആരാണ് ഡിപ്പെൻഡ്
ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് y ആണ്. y അല്ലേ കാണേണ്ടത്? y എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണുള്ളത്. സോ y ഓൺ എക്സ് അല്ലേ നമുക്ക് ഇവിടെ കാണണ്ടേ? സോ ഇവിടെ കാണേണ്ടത് എന്താണ്? y ഓൺ എക്സ് ആണ് കണ്ടത്. y ഓൺ എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y ഓൺ എക്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ y ഓൺ എക്സ്, y എവിടെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. സോ y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു byx ഇൻടു x മൈനസ് x ബാർ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് y ബാർ തന്നിട്ടുണ്ട്, 55 ആണ് തന്നിട്ടുണ്ട്, x ബാർ തന്നിട്ടുണ്ട് 40 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്താ? byx കാണണ്ടേ? യെസ് അഫ്ല, y ഓൺ എക്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടില്ലേ. ഇനി നമുക്ക് എന്താ? byx കാണണല്ലോ. byx കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? byx is equal to covariance of xy divided by variance of y ആയിരുന്നു എന്ത്? നമ്മളുടെ byx-ന്റെ ഇക്വേഷൻ. സോ ഇവിടെ byx-നെ കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡും കൂടി ഉണ്ടോ? byx-നെ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിക്കുന്നില്ലേ? എന്താണത്? r ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്താണ്? ഈ ഒരു ഇക്വേഷൻ വരുന്നുണ്ടല്ലോ. എന്തായിരുന്നു? byx ആണെങ്കിൽ r എന്താണ്? മുകളിൽ കോമൺ ആണ്. പിന്നെ എന്താണ്? byx, y എവിടെയാണ്? y ആണ് ഫസ്റ്റ് വരുന്നത്. സോ y ആണ് ന്യൂമറേറ്ററിൽ മുകളിൽ വന്നു. x ആണ് എന്ത്? നമ്മുടെ സെക്കൻഡ് വരുന്ന നമ്പർ. സോ അതെന്താണ്? അത് ഡിനോമിനേറ്ററിൽ വന്നു. സോ r ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഇങ്ങനൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ സിഗ്മ വൈ തന്നിട്ടുണ്ട് 10 ആണ് തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട് എത്രയാണ്? 8. ഇവിടെ തന്നിട്ടില്ലേ? സിഗ്മ എക്സ് 8 ആണ്, സിഗ്മ വൈ എന്താണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കാലോ. ആറും നമുക്ക് തന്നിട്ടുണ്ട്. സോ byx is equal to, സോ byx-ന്റെ വാല്യൂ എന്താണ്? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. എന്തായിരിക്കും byx-ന്റെ വാല്യൂ? byx is equal to r എന്താണ്? 0.6 ഇൻറ്റു നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറയുന്നത് എത്രയാണ്? അത് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 8. ദിസ് ഇസ് ഈക്വൽ ടു 0.75. byx കിട്ടിയോ? byx കിട്ടിയോ? അത് 0.75 ആണ് വരുന്നത്. byx 0.75 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ സെറ്റ് അല്ലേ? y ബാർ ഉണ്ട്, x ബാർ ഉണ്ട്, പിന്നെ byx ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. y ഓൺ എക്സിന്റെ ഇക്വേഷൻ എഴുതാലോ. y ഓൺ എക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y മൈനസ് y ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. y മൈനസ് 55 ഇസ് ഈക്വൽ ടു byx എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.75 ആണ് ഇൻടു x മൈനസ് x ബാർ എന്താണ്? x ബാർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 40 ആണെന്ന് തന്നിട്ടുണ്ട്. x ബാർ എന്താണ്? യെസ് അഫ്ല, നമുക്ക് 0.75 കിട്ടിയിട്ടുണ്ട്. ഇനി x മൈനസ് 40. ഇതാണ് എന്ത്? നമ്മളുടെ y ഓൺ എക്സിന്റെ ഇക്വേഷൻ. y ഓൺ എക്സ് റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x is equal to 50 തന്നാൽ y എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ x is equal to 50 കൊടുക്കാലോ. y minus 55 is equal to 0.75 into 50 minus 40. This is equal to 0.75 into 10. 50 40 പോയി കഴിഞ്ഞാൽ എന്താണ്? അത് 10 അല്ലേ? 50 40 പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ? 10 എന്ന ആൻസർ കിട്ടി. സോ ഇവിടെ 0.75 ഇൻടു 10 ചെയ്യുമ്പോൾ എന്താണ്? 7.5 അല്ലേ ആൻസർ കിട്ടാം. 7.5 ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ y മൈനസ് 55 ഇസ് ഈക്വൽ ടു 7.5. സോ y ഇസ് ഈക്വൽ ടു 55 പ്ലസ് 7.5. എന്തുകൊണ്ടാണ്? y മൈനസ് 55നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 55 കിട്ടി. സോ 55 പ്ലസ് 7.5 ദിസ് ഇസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടിയിട്ടുള്ളത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? ദിസ് ഇസ് ഈക്വൽ ടു 62.5. ദിസ് ഇസ് ഈക്വൽ ടു 62.5. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ 50 മാർക്ക് കിട്ടിയ കുട്ടിക്ക് എക്കണോമിക്സിൽ 62.5 മാർക്സ് കിട്ടുന്നതാണ് നമുക്ക് ഫൈനലി ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ y is equal to 62.5 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് ഏത് ചാപ്റ്ററിനാണ്? ഇത് നമ്മൾക്ക് വരുന്നത് റാൻഡം വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററിനാണ്. സോ ഇവിടെ വാല്യൂ ഓഫ് k കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഒരു PMF ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. PMF ആണെങ്കിൽ എന്തൊക്കെയാണ്? യെസ് ദേവിക, സയന, അഫ്ല 62.5 കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ റാൻഡം വേരിയബിൾസ് ഉള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന എന്താണ്? PMF. ഒരു സംഭവം, ഒരു ഫംഗ്ഷൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആവുക എപ്പോഴായിരിക്കും? അതില് എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ എന്താണ്? സം ഓഫ് പ്രോബബിലിറ്റീസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 1 ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. കെന്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ k പ്ലസ് 2k പ്ലസ്
2k പ്ലസ് 3k പ്ലസ് 2k ഇസ് ഈക്വൽ ടു എന്താണ് 1 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 ആണ് ആൻസർ കിട്ടേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 3, 5, 8, 10. സോ 10k is equal to 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എന്താടാ? കെന്റെ വാല്യൂ എന്തായിരിക്കും? k is equal to 1/10 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ഇൻ മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താ? അത് ഡിവിഷനിലേക്ക് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു k is equal to 1/10. അപ്പൊ k is equal to 1/10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബബിലിറ്റീസ് എല്ലാം എന്താവും? ഇത് 1/10, ഇത് 2/10, ഇതും 2/10, ഇത് 3/10 ആൻഡ് ഇത് 2/10. ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? നമുക്ക് ആൻസർ കിട്ടുന്നത് 1 ആയിരിക്കും. യെസ് അഫ്ല, വെരി ഗുഡ്. 1/10 ആണ് ആൻസർ വരുന്നത്. യെസ് ദേവിക, 0.1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെ എന്താണ്? 0, 1, 2 ഇവരെല്ലാവരും പ്രോബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കിട്ടുക, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് കിട്ടുക? സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എത്രയാണ് കിട്ടിയിട്ടുണ്ട്? എത്രയാണത്? 1/10 ആണ്. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ പ്രോബിലിറ്റി 2/10 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ പ്രോബിലിറ്റി എത്രയായിരുന്നു? അതും 2/10 തന്നെയാണ്. സോ ബൈ 2/10 ഇതെല്ലാം ആഡ് ചെയ്തേ. സോ 2 + 2 4 + 1 5. 5/10 ഇസ് ഈക്വൽ ടു 1/2. എത്ര ആൻസർ വരുന്നത്? നമുക്ക് ഇവിടെ 1/2 ആണ്. എന്ത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്നത് എന്താണ്? അത് 1/2 ആണ്. കിട്ടിയിട്ടുണ്ടോ? യെസ് ദേവിക, 5/10 ആണ് ആൻസർ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് 1 less than x less than 4. പ്രോബിലിറ്റി ഓഫ് 1 less than x less than 4 ആണ്. സോ ഇവിടെ എന്തായിരിക്കും വരിക? 1ന്റെയും 4ന്റെയും ഇടയിലെ ആൾക്കാർ മാത്രം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇല്ലല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ആ ഒരു വാല്യൂ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണേണ്ടത്. യെസ് അഫ്ല, 0.5. സൈല കറക്റ്റ് ആണ്. 1.2. സോ അത് 1.2, 0.5, 5/10 ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണ്. ഇനി 1ന്റെയും 4ന്റെയും ഇടയിലുള്ള വാല്യൂസ് ഏതൊക്കെ വാല്യൂസാണ് വരുന്നത്? 2, 3. 1ന്റെയും 4ന്റെ ഇടയിൽ ആരൊക്കെയാണുള്ളത്? 2 ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. പിന്നെ ആരാ? എക്സ് ഇസ് ഈക്വൽ ടു 2 ഉണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു പിന്നെ ആരാണ്? എക്സ് ഇസ് ഈക്വൽ ടു 2ഉം എക്സ് ഇസ് ഈക്വൽ ടു 3ഉം ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2ഉം എക്സ് ഇസ് ഈക്വൽ ടു 3. കാരണം 1 എന്താണ്? ഇൻക്ലൂഡ് അല്ല. 1ന്റെയും 4ന്റെയും ഇടയിലുള്ള ആളാണ് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2ന്റെ വാല്യൂ വരുന്ന 2/10, 3ന്റെ പ്രോബിലിറ്റി വരുന്ന 3/10. സോ 2/10 പ്ലസ് 3/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 5/10. അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. യെസ് ദേവിക, കറക്റ്റ് ആൻസർ ആണ്. സൈന, യെസ് വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x is a random variable with expectation of x is equal to 4. Expectation of x is equal to 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിയൻസ് ഓഫ് x is equal to 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ്? എക്സ്പെക്ടേഷൻ ഓഫ് a is equal to a ആണ്. പക്ഷേ വേരിയൻസ് ഓഫ് a എന്താണ്? അത് 0 ആണ്. കോൺസ്റ്റന്റ് വേരിയൻസ് എന്താണ്? അത് 0 ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ax എന്ന് പറയുന്നത് എന്താണ്? a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചെയ്യാലോ? നമുക്ക് ചെയ്യാലോ. സോ എക്സ്പെക്ടേഷൻ ഓഫ് 4x - 3 ദിസ് ഇസ് ഈക്വൽ ടു പിന്നെ ഒരു പ്രോപ്പർട്ടി കൂടെ പഠിക്കുന്നുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. വേരിയൻസിൽ ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചത്? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ. അകത്ത് എക്സ് പ്ലസ് വൈയോ എക്സ് മൈനസ് വൈയോ ആയിക്കോട്ടെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമ്മൾ ഫുൾ പോസിറ്റീവ് വൈബിലായിരിക്കും. വേരിയൻസ് ഫുൾ പോസിറ്റീവ് വൈബിലായിരിക്കും. എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആയിരിക്കും. ഇനി
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാലോ. ഇവിടെ 4 into expectation of x മൈനസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതേ വാല്യൂ തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4 into 4 minus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 minus 3. അത് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 13 ആണ് വരുന്നത്. കിട്ടിയിട്ടുണ്ടോ? 13 ആൻസർ വന്നിട്ടുണ്ടോ? 13 എന്നൊരു ആൻസർ വന്നിട്ടുണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മളെ വേരിയൻസ് ഓഫ് 4x minus 3 that is equal to 4 square into variance of x. ബാക്കിയൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ 3 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ? അത് 0 ആയിപ്പോയി. സോ ഇനി 4 square into variance of x. 4 square എത്രയാണ്? 16 ആണ്. into variance of x വന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 16 into 2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 32 ആയിരിക്കും കിട്ടുക. കിട്ടിയിട്ടുണ്ടോ? സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് 4x minus 3 നമുക്ക് 13 കിട്ടിയിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ഓഫ് 4x minus 3 നമുക്ക് 32 ആണ് വരുന്നത്. യെസ് അഫ്ല MLCB 13 നമുക്ക് ഫസ്റ്റ് ആണ് ആൻസർ 13 വന്നിട്ടുണ്ട്. വേരിയൻസ് എത്ര വന്നിരിക്കുന്നത്? 32 ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദി വാല്യൂ ഓഫ് k ഇഫ് ദി PDF ഓഫ് x is given by. നമ്മൾക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എല്ലാ പ്രോബബിലിറ്റീസ് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? 1 ആയിരിക്കണം. സോ ഇവിടെ ഇതൊരു PDF ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ kx² വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് എന്താണ്? ഇന്റഗ്രൽ 0 to 1 എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു അതെന്തായിരിക്കണം? 1 ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന റേഞ്ചിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 ആണ് കിട്ടുന്നത്. സെയിം നമ്മളെ കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം സംഭവം തന്നെയാണ്. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. സോ ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? kx² എന്നാണ് തന്നിരിക്കുന്നത്. എത്രയാണ് തന്നിരിക്കുന്നത്? kx² dx ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു ഇന്റഗ്രേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇന്റഗ്രേഷന് 2 ഇക്വേഷൻ നോക്കാം. എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എക്സ് റേസ് ടു n + 1 ബൈ n + 1 പ്ലസ് ഇ ആണ്. എക്സ് റേസ് ടു n + 1 ബൈ n + 1 പ്ലസ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ x² dx ആണെങ്കിലോ എക്സ് റേസ് ടു 2 + 1 ബൈ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു x³ ബൈ 3 പ്ലസ് സി ആയിരിക്കും. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി ഉണ്ടാവില്ല. സി എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. സോ ഇവിടെ x² അല്ലേ തന്നിരിക്കുന്നത്? x² ഇന്റഗ്രൽ എന്താണ്? ദാറ്റ് ഈസ് k ഇൻറ്റു x³ ബൈ 3. ഇന്റഗ്രൽ x² നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? x³ ബൈ 3 ആണല്ലോ. സോ x³ ബൈ 3 ഇൻ ദ റേഞ്ച് 0 to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എത്രയാണോ വരുന്നത്? കെന്റെ ആൻസർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്ത് കെന്റെ ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? k ഇൻറ്റു 1³ ബൈ 3 മൈനസ് 0 ഇസ് ഈക്വൽ ടു 1. k ഇൻറ്റു 1/3 എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഈ 3 ഞാൻ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ kന്റെ വാല്യൂ എത്ര ആയിരിക്കും കിട്ടുക? ഇവിടെ kന്റെ വാല്യൂ എനിക്ക് എത്ര ആയിരിക്കും കിട്ടുക? k ഇസ് ഈക്വൽ ടു 3. k ഇസ് ഈക്വൽ ടു 3 എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടോ? എത്ര ആൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? k ഇസ് ഈക്വൽ ടു 3 എന്ന് എത്ര ആൾക്കാർക്ക് ആൻസർ കിട്ടി? സോ ഇവിടെ വരുന്നത് എന്താണ്? k ഇസ് ഈക്വൽ ടു 3 ആണെന്ന് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് ഒരു സ്കാറ്റർ പ്ലോട്ട് വരച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്തായിരിക്കും? നമുക്ക് എന്താണ്? 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ടായിരുന്നു. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് ആൻഡ് 0 കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ്? എക്സ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? വൈന്റെ വാല്യൂ എന്താണ്? കൂടി വരും. ഇനി നെഗറ്റീവ് ആണെങ്കിലോ എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈന്റെ വാല്യൂ എന്തായിരിക്കും? അത് കുറഞ്ഞായിരിക്കും വരിക. ഇനി 0 കോറിലേഷൻ ആണെങ്കിൽ നമ്മളെ എക്സിന്റെ വാല്യൂവിന് എന്ത് മാറ്റം വന്നാലും വൈന്റെ വാല്യൂവിന് എന്താ? ഒരു മാറ്റവും വരുന്നില്ല. സോ ഇത് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് അഥവാ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സിന് കുറച്ച് വാല്യൂസ് വന്നിട്ടുണ്ട്, വൈന് കുറച്ച് വാല്യൂസ് വന്നിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം
നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. പിന്നെ എക്സിന് ഇവിടെ തന്നിരിക്കുന്നത് 18 ആണ്, വൈക്ക് 16 ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ എക്സിന് 18 എന്നുള്ള വാല്യൂ നോക്കുക, വൈന്റെ 16 എന്നുള്ള വാല്യൂ നോക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എന്താണ് നമ്മൾ പോയിന്റ് വരയ്ക്കുക. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ 28 31 ആണ്. സോ ഇവിടെ 28 എന്നുള്ള വാല്യൂ, 28ന് നേരെ ഇവിടെ 31. സോ ഈ ഒരു പോയിന്റ് ആണ് എന്ത് 28 31 എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത്, ഇത് 28 31 ആണ്. പിന്നെ 18 16 ആണിത്. ഇതാണ് എന്റെ 18 16 വരുന്നത്. ഇതാണ് 18 16 വരുന്നത്. അങ്ങനെ എന്താണ് ഈ ഓരോ പോയിന്റും മാർക്ക് ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്? ഇത് കാണുമ്പം ഇത് എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്? ഇവിടെ എക്സ് കൂടുന്നതിനനുസരിച്ച് എന്താ വൈയും കൂടി വരുന്നുണ്ട്. ഈ ഗ്രാഫ് എന്താണ് ഈ ഒരു ഷേപ്പിലല്ലേ ഉള്ളത്? അത് ഏത് ഷേപ്പിലാണ്? ഈ ഷേപ്പിലാണ്. ഇത് എന്താണ്? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവിന്റെ കേസ്, ഇത് സീറോ കോറിലേഷൻ. സോ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മളുടെ ആൻസർ അല്ലെങ്കിൽ നമ്മളുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഫൈനൽ കണ്ടുപിടുത്തം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്താണ്? ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ത് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ദി വാല്യൂ വിച്ച് സെപ്പറേറ്റ് ദി ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ദി ആക്സെപ്റ്റൻസ് റീജിയൻ. ക്രിട്ടിക്കൽ റീജിയനും ആക്സെപ്റ്റൻസ് റീജിയനും സെപ്പറേറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയാ? യെസ് അമൽസ് ബി എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. പിന്നെ ക്രിട്ടിക്കൽ റീജിയനും നമ്മളുടെ ആക്സെപ്റ്റൻസ് റീജിയനും അത് രണ്ടും എന്താണ്? അത് സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ വാല്യൂ അല്ലേ? ഇതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ക്രിട്ടിക്കൽ വാല്യൂ എന്നല്ലേ? യെസ് അശ്വിനി, ജസ്നോ, ഹായ്. സോ ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്രിട്ടിക്കൽ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്. വൺ ടൈൽഡ് ടെസ്റ്റും ടു ടൈൽഡ് തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിലും ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ഡിനോട്ട് ചെയ്തതിന് എച്ച് നോട്ട് എന്നായിരുന്നു. അതെന്താണ്? മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട്. ഇനി വൺ ടൈൽഡ് ആണെങ്കിൽ നമ്മളെ ഗ്രാഫ്സ് നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് ടൈൽഡും വരുന്നുണ്ട്, ഒന്ന് റൈറ്റ് ടൈൽഡും വരുന്നുണ്ട്. പിന്നെന്താണ്? നമ്മൾ ടു ടൈൽഡും വരുന്നുണ്ട്. ലെഫ്റ്റ് ടൈൽഡ് ആണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇത് രണ്ടും എന്തായിരുന്നു? വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇനി എന്റെ വാല്യൂസ്, എന്റെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ഇത് ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. റൈറ്റ് സൈഡിലാണ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് എങ്കിൽ ഇതിനെ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഇനി എന്റെ കർവിന്റെ രണ്ട് സൈഡിലും എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയാ? അതിന് നമ്മൾ ടു ടൈൽഡ് ടെസ്റ്റ് എന്നാണ് പറയാ. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇതാണ് നമ്മളുടെ ടു ടൈൽഡ് ടെസ്റ്റ്. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടൈലിലാണെങ്കിൽ H1 എന്താണ്? മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണ്. ഇവിടെ H1 എന്താണ്? മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണ്. ഇവിടെ H1 എന്തായിരിക്കും? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണ്. സോ ഇതാണ് വൺ ടൈൽ ടെസ്റ്റും ടു ടൈൽ ടെസ്റ്റും വരുന്ന വ്യത്യാസങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ലെഫ്റ്റ് ടൈൽ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവിടെ ക്രിട്ടിക്കൽ റീജിയൻ മാർക്ക് ചെയ്യുക. റൈറ്റ് ടൈൽഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഇനി ടു ടൈൽഡ് ആണെങ്കിൽ എന്താ? രണ്ട് സൈഡിലും എന്താണ്? ക്രിട്ടിക്കൽ റീജിയൻസ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ്, ഇത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? ദി ജോബ് പ്ലേസ്മെന്റ് ഡയറക്ടർ ക്ലെയിംസ് ദാറ്റ് ദി ആവറേജ് സാലറി ഫോർ ഹോം നഴ്സസ്. ഇവിടെ നമ്മളെ H0 എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു 12,400. അങ്ങനെയാണെങ്കിൽ H1 എന്തായിരിക്കും? മ്യൂ നോട്ട് ഈക്വൽ ടു 12,400 ആണ്. ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നൊന്നും കാണുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇത് ഈക്വൽ ടു ആണെങ്കിൽ ഇത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇത് എന്ത് ടെസ്റ്റ് ആണ്? ഇത് ടു ടൈൽഡ് ടെസ്റ്റ് അല്ലേ? അല്ലാടാ, ഇത് ടു ടൈൽഡ് ടെസ്റ്റ് അല്ലേ വരുന്നത്? ഇത് നമ്മൾ ഈക്വൽ ടു ആണെങ്കിൽ മറ്റേത് എന്താ? നോട്ട് ഈക്വൽ ടു ആണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ടു ടൈൽഡ് ടെസ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതെന്താണ്? ടു ടൈൽഡ് ടെസ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മളെ ഹൈപ്പോത്തസിസിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് ഡിഫൈൻ ചെയ്യണം. സോ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എഴുതണം. അത് വെച്ചിട്ടേ നമുക്ക് Z ആണോ T ആണോ Chi square ആണോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ സാമ്പിൾ ഓഫ് 20 nurses.
അപ്പൊ n is equal to എന്താണ് 20 ആണ്. A sample of 20 nurses has a mean monthly salary of 12,345. അപ്പൊ x bar കിട്ടിയിട്ടുണ്ട് 12,345. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 140 ആണ്. ഇവിടെ നോക്കിക്കേ, എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 30 ആണ്. പിന്നെ എന്താണ്? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. ഏത് ടെസ്റ്റ് ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യാം? ഈ ഒരു കേസിൽ ഏത് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടി ടെസ്റ്റ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മളെ എന്നിന്റെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണ്. നമ്മൾക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ. T is equal to x bar minus mu divided by s by root n minus 1. ഇതല്ലേ? അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയി ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്രിട്ടിക്കൽ റീജനും അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും പറയാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓൾറെഡി ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ പിന്നാലെ പോണ്ട. ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ എന്താണ്? n minus 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 minus 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 19. ക്രിട്ടിക്കൽ റീജൻ എന്തായിരിക്കും? ഇവിടെ എന്താണ്? 2 tail ടെസ്റ്റ് ആണ്. 2 tail ടെസ്റ്റ് ആണെങ്കിൽ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇനി 1 tail ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജൻ എന്താണ്? മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ആണെന്ത്? ക്രിട്ടിക്കൽ റീജൻ വരുന്നത്. സോ ടി ആൽഫ ബൈ 2, ടിന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? അത് നമ്മളുടെ ടി ടേബിളിൽ നിന്നാണ് കിട്ടുക. ടി ടേബിളിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. സോ ആൽഫന്റെ വാല്യൂ 0.05. ഇവിടെ എന്താണ്? 2 tailed ആണ്. ഇവിടെ 2 tail ടെസ്റ്റ് ആണ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 19 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീന്റെ വാല്യൂ എങ്ങനെയാണ് കാണാം? ടീന്റെ വാല്യൂ കാണാൻ വേണ്ടി ഇവിടെ നമുക്ക് 1 tail ഉണ്ട്, 2 tail ഉണ്ട്. ഇവിടെ നമ്മൾ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? 2 tail അല്ലേ ചോദിച്ചിരിക്കുന്നത്. 2 tailല് 0.05 എവിടെയാണെന്ന് നോക്കാം. 0.05 കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആരെ വേണം? 19 വേണം. ഇനി ഈ 0.05ഉം 19ഉം കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം, 0.05ഉം 19ഉം കൂടെ കോഇൻസൈഡ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന സ്ഥലം എവിടെയാണ്? അത് ഇവിടെയാണ്. സോ വാല്യൂ എത്രയാണ്? ടീന്റെ വാല്യൂ അപ്പൊ എന്തായിരിക്കും? ടീന്റെ വാല്യൂ ആ കേസിൽ എത്രയായിരിക്കും? 2.093 ആയിരിക്കും. എത്രയായിരിക്കും? 2.093. സോ ടി ആൽഫ ബൈ 2 is equal to 2.093. അങ്ങനെയാണ് എന്റെ ക്രിട്ടിക്കൽ റീജൻ എന്താണ്? മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.093. ഇതാണ് എന്റെ ക്രിട്ടിക്കൽ റീജൻ വരുന്നത്. സോ 3 സ്റ്റെപ്പ് സെറ്റ് ആണ്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താ? കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n minus 1. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ എത്രയാണ് തന്നിട്ടുണ്ട്? 12,345 മൈനസ് മ്യൂവിന്റെ വാല്യൂ എത്രയാണ്? 12,400 ആണ് മ്യൂവിന്റെ വാല്യൂ. സോ 12,400 ഡിവൈഡഡ് ബൈ എസിന്റെ വാല്യൂ എന്താണ്? അത് 140 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ n എന്താണ്? 20 ആണ്. സോ 20 minus 1. 20 minus 1 എന്താ? റൂട്ട് 19 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ ഫൈനലി വരുന്നത് -1.71 ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഇത് ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? അത് -1.71 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? എത്രയാണ്? -1.71. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ മോഡ് ടി എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ്? പ്ലസ്, പോസിറ്റീവ് സൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇവിടെ മോഡ് ഓഫ് -1.71 എന്ന് പറയുന്നത് 1.71 ആണ്. ഇവിടെ ടി ആൽഫ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 2.093 ആണ്. അതിനെക്കാട്ടും ചെറിയ വാല്യൂ അല്ലേ ടീന്റെ വാല്യൂ? അതിനെക്കാട്ടും ചെറിയ വാല്യൂ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2.093നെക്കാട്ടും ചെറിയ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി വിൽ ആക്സെപ്റ്റ് H0. ഇത് എവിടെയാണ്? അതുള്ളത് ആക്സെപ്റ്റൻസ് റീജിയനിലാണ്. ക്രിട്ടിക്കൽ റീജിയനിലാവണമെങ്കിൽ ടീന്റെ വാല്യൂ എന്താണ്? 2.093നെക്കാട്ടും വലുതായിരിക്കണം. 2.093നെക്കാട്ടും എന്താണ്? വലിയ വാല്യൂ ആയിരിക്കണം. ഇവിടെ എന്താണ്? അതിനെക്കാട്ടും എന്താണ്? ചെറിയ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ എന്തായിരിക്കും ഇവിടെ? ആക്സെപ്റ്റ് H0, ദാറ്റ് ഈസ് ഡു നോട്ട് റിജക്ട് H0.
ഡു നോട്ട് റിജക്ട് H0. അതായത് നമ്മൾ എന്താണ് ഈ ആക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്താ? mu is equal to 12,400 ആണ് ആവറേജ് നഴ്സസിന്റെ സാലറി എന്ന് പറയുന്നത്. mu is equal to 12,400 ആണ്. ഈ സംഭവം എന്താണ്? നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഈ ക്ലെയിം എന്താണ്? ശരിയാണ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് 9 ചാപ്റ്റേഴ്സിനാണ് നിലവിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സിലബസ്. പിന്നെ ഇന്നലെ കുറെ ആൾക്കാർ എനോവ ചോദിച്ചതുകൊണ്ട് എനോവയും കൂടെ നമ്മൾ പറയുന്നുണ്ട് എന്തായാലും. ഇനി നെക്സ്റ്റ് ദ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് ഓഫ് എ കോൺഫിഡൻസ് ഇന്റർവെൽ. കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു, 1 - ആൽഫ ഇൻടു 100% കോൺഫിഡൻസ് ഇന്റർവെൽ. സോ ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും? അത് 1 - ആൽഫ അല്ലേ? അതെന്താണ്? അത് 1 - ആൽഫ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസസ് ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി ഓൺ ഡിഫറെന്റ് ഡേയ്സ് ഇൻ എ മന്ത്. ഒരു മാസത്തില് ഒരു കമ്പനീന്റെ ഷെയർസ് അത് തന്നിട്ടുണ്ട്, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദി മൊമെന്റ് എസ്റ്റിമേറ്റർ ഫോർ ദി മീൻ പ്രൈസ് ഓഫ് ഷെയർസ് ഓഫ് ദി പോപ്പുലേഷൻ. നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളുടെ പോപ്പുലേഷൻ മീനിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊമെന്റ് എസ്റ്റിമേറ്റർ യൂസ് ചെയ്തിട്ട്. നമ്മളെ പോപ്പുലേഷൻ മീൻ എന്താ? മ്യൂ അല്ലേ? സോ മ്യൂ ക്യാപ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ പോപ്പുലേഷൻ മീനിന്റെ മൊമെന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ആരാണ്? സാമ്പിൾ മീനാണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇത് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എക്സ് ബാർ കണ്ടാൽ മതി. മൊമെന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ബൈ എൻ. അതായത് ടോട്ടൽ എത്രയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് അതെല്ലാം കൂടെ എന്താണ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ വാല്യൂസ് എന്തൊക്കെയാണ്? ദിസ് ഈക്വൽ ടു 66 പ്ലസ് 65 പ്ലസ് 69 പ്ലസ് എക്സെട്ര പ്ലസ് 68. എന്താണ്? 66 തൊട്ട് 68 വരെയുള്ള എല്ലാ വാല്യൂസും ഞാൻ എന്താക്കി? ആഡ് ചെയ്തു. ഇനി എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്? എന്നിന്റെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്? 1 2 3 4 5 6 7 8 9 10. എന്നിന്റെ വാല്യൂ എന്താണ്? 10 ആണ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 675 ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 67.5. അപ്പം എസ്റ്റിമേറ്റ് ചെയ്തപ്പം നമുക്ക് മ്യൂവിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 67.5 എന്ന് ഫൈനലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? 67.5 ആണ് എന്ത്? നമ്മുടെ ഫൈനൽ നമ്മുടെ മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദ വാല്യൂ ഒബ്റ്റെയിൻ ഫോർ ആൻ എസ്റ്റിമേറ്റർ ഫ്രം എ പെർട്ടിക്കുലർ സാമ്പിൾ. എന്താണ് ഒരു എസ്റ്റിമേറ്റർ? എസ്റ്റിമേറ്റർ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് അത്? ഒരു സാമ്പിളിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. പിന്നെ എന്താണ്? അതൊരു സാമ്പിളിൽ നിന്ന് എടുക്കുന്നതാണ്. ഒരു പോപ്പുലേഷൻ ഉണ്ട്, അതിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ് എന്ത്? നമ്മളുടെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഈ പോപ്പുലേഷന്റെ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. സോ ഈ എസ്റ്റിമേറ്ററിന് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ്റ്റിമേറ്റ് എന്നാണ്. എസ്റ്റിമേറ്ററിന്റെ വാല്യൂവിനെ, എസ്റ്റിമേറ്റർ ഒരു ഫംഗ്ഷൻ ആണ്. യെസ് സുധ, എന്താണ്? എസ്റ്റിമേറ്റ് ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. വെരി ഗുഡ്. സോ ഇനി നെക്സ്റ്റ് the correlation coefficient between the variables x and y is 0.42. 0.42 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ദി കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് വൈ ആണ് എന്ത്? 0.42. ഇനി 3x-ഉം y-2 ആണെങ്കിൽ അതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നോ അത് എസ്റ്റിമേറ്റർ ആണെങ്കിൽ, എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സാമ്പിളിൽ നിന്ന് എടുക്കുന്ന ഫംഗ്ഷൻ ആണ്. എസ്റ്റിമേറ്റർക്ക് കിട്ടുന്ന വാല്യൂ, എസ്റ്റിമേറ്റർ അത് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ആ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എക്സും വൈയും ആണെങ്കിൽ നമുക്ക് 0.42 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3x-ഉം y-2 തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് എനിക്ക് അറിയേണ്ടത്. അത് എത്രയായിരിക്കും? അതും എന്ത് തന്നെയാണ്? അതും 0.42 ആയിരിക്കും.
നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ഈ കോറിലേഷൻ പഠിച്ചാലും പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. യെസ് രഘു, 0.42 ആണ് ആൻസർ. വെരി ഗുഡ്. പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഇവിടെ നമ്മൾ എക്സിന്റെ കൂടെ എന്ത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ നമ്മൾ എന്തെങ്കിലും വേരിയബിളിൽ നിന്ന് മൈനസ് ചെയ്താലും നമുക്ക് ആൻസർ വരുന്ന എത്ര തന്നെയാണ്, അത് 0.42 ആണ്. ഒരു മാറ്റം അതിൽ വരുന്നില്ല. യെസ് മിഥുൻ, ജസ്നോ, ആൻസർ വരുന്ന എത്രയാണ്? 0.42 ആണെന്ന് നമുക്ക് ആൻസർ വരുന്നത്. ഈ നെക്സ്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ നമുക്കറിയാലോ, R is equal to n summation xy minus summation x summation y divided by root of n summation x square minus summation x the whole square into square root of n summation y square minus summation y the whole square. ഇതാണ് എന്ത്, നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ ആയിരുന്നല്ലോ. സോ ഇവിടെ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? സമ്മേഷൻ എക്സ് വൈ തന്നിട്ടുണ്ട്. ഓക്കെ, സമ്മേഷൻ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സെറ്റ്. സമ്മേഷൻ വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ്, സമ്മേഷൻ എക്സ് തന്നിട്ടുണ്ട്, സമ്മേഷൻ വൈ തന്നിട്ടുണ്ട്. പിന്നെന്താണ് ഇതില് 7 ഒബ്സർവേഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്താ തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇനി ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലല്ലേ ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു n എത്രയാണ്? n is equal to 7 ആണെന്ന് ക്വസ്റ്റനിൽ ഓൾറെഡി ഉണ്ട്. സോ ദിസ് is equal to എത്രയായിരിക്കും ആൻസർ വരാ? 7. n into 7 into സമ്മേഷൻ എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട് 209 ആണ്. മൈനസ് സമ്മേഷൻ എക്സ് തന്നിട്ടുണ്ട്, അത് 43 ഇൻറ്റു സമ്മേഷൻ വൈ തന്നിട്ടുണ്ട്, അത് വരുന്നത് 28 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 7 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 391 മൈനസ് സമ്മേഷൻ എക്സ് എന്താണ്, അത് 43 ആണ്. സോ 43 സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, അത് 146 ആണ്. മൈനസ് സമ്മേഷൻ വൈ എത്രയാണ്, അത് 28 ആണ്. സോ 28ന്റെ സ്ക്വയർ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് ആൻസർ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? ഫസ്റ്റ് ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ദിസ് ഇസ് ഈക്വൽ ടു 259 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സ്ക്വയർ റൂട്ട് 888, സെക്കൻഡ് സ്ക്വയർ റൂട്ട് 238. ഇത് ചെയ്യുമ്പോൾ ഫൈനലി എത്രയാണ് ആൻസർ വരുന്നത്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എത്രയാണ്? ദിസ് ഇസ് ഈക്വൽ ടു 0.563. എത്രയാണ് ആൻസർ വരുന്നത്? 0.563 ആണെന്ത് ഈ ഒരു കേസിൽ നമുക്ക് ആൻസർ വരുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ്? 0.563. 0ന്റെയും 1ന്റെ ഇടയിലാണെന്ത് ആറിന്റെ വാല്യൂ വരുന്നത്. സോ ആർ എന്താണ്? ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് വീണ്ടും വേരിയൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? അത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് 2x + 9 കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ വേരിയൻസ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, നേരത്തെ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ വേരിയൻസ് ഓഫ് എ എക്സ് എന്താണ്? അത് a² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. പിന്നെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു നമ്പറിന്റെ വേരിയൻസ് എന്താണ്? അത് 0 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2² എന്താണ്? 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 6 ആണ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 24 ആണ്. യെസ് ആന 0.563 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. വെരി ഗുഡ്. സോ ഇനി നെക്സ്റ്റ് 6 ഇൻറ്റു 4 ചെയ്തു, നമുക്ക് വരുന്നത് എന്താണ്? 24 ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 24 ആണെന്ന് നമുക്ക് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ ഇന്നലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. Mean of x, expectation of x is equal to integral 0 to 2 xf of x dx. ഇന്റഗ്രൽ 0 to 2 xf of x dx. ഇതല്ലേ നമ്മളെ മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിലോ എന്തായിരിക്കും ഉണ്ടാവുക? സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ്. സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആണ്. ഇവിടെ എന്താണ്? സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. തന്നിട്ടുണ്ട് റേഞ്ച് എത്രയാണ്? തന്നിട്ടുണ്ട് റേഞ്ച് 0 തൊട്ട് 2 വരെയാണ്. റേഞ്ച് എന്താണ്? 0 തൊട്ട് 2 വരെയാണ്. സോ നമുക്കിവിടെ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു 3x² by 8 dx. ദിസ് ഇസ് ഈക്വൽ ടു 1/8. 1/8 എന്നാ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി എക്സ് ഇൻറ്റു x² ചെയ്യുമ്പോൾ എന്താ? x³ ആയിരിക്കും കിട്ടുക. സോ
നമ്മൾ 3/8 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ 3, ഇവിടെ 8. സോ 3/8 കോൺസ്റ്റന്റ് എന്നാ പുറത്തേക്ക് എടുത്തു. അകത്തുള്ളത് ആരാണ്? എക്സ് ക്യൂബ് ആണുള്ളത്. എക്സ് ക്യൂബ് ഇൻ ദ റേഞ്ച് 0 to 2 dx. ദിസ് ഇസ് ഈക്വൽ ടു 3/8 into x raised to 4/4 in the range 0 to 2. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്താണ്? എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ഇവിടെ 3 ആണ് വരുന്നത്. സോ 3+1 എന്താ? 4. ഒരെണ്ണം കൂട്ടുക, അത്രേ ഉള്ളൂ. സോ മുകളിൽ എന്താ? അത് തന്നെ എഴുതാ, താഴെ അത് തന്നെ എഴുതാം. എക്സ് റേസ് ടു 4/4 ഇൻ ദ റേഞ്ച് എന്താണ്? 0 to 2 ആയിരിക്കും. റേഞ്ച് എന്താണ്? 0 to 2 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 3/8 into 2 raised to 4 minus 0. That is equal to 3/8 into 16/4. ഫൈനലി ഇത് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ഫൈനലി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ വരുന്ന എത്രയായിരിക്കും? 4, 2, so 6. നമുക്കിവിടെ ഫൈനലി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് എക്സ് കിട്ടുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ആയിരിക്കും. എത്രയാ വരുന്നത്? 1.5 ആണ് ഇവിടെ ആൻസർ വരുന്നത്. കിട്ടിയിട്ടുണ്ടോ? 1.5 ആണെന്ന് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയിട്ടുണ്ടോ? ഇവിടെ നമ്മളിത് ചെയ്തു വരുമ്പോൾ ഫൈനൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് 1.5 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ദി മീൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ. യെസ്, ബൈനോമിയലും പോയ്സോണും നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് പഠിച്ചാണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച ആൾക്കാരാണ്. ബൈനോമിയൽ ആണെങ്കിൽ നമ്മളുടെ ബൈനോമിയൽ ഉണ്ട്, പോയ്സോൺ ഉണ്ട്. ബൈനോമിയലില് മീൻ എന്തായിരുന്നു? മീൻ എന്ന് പറയുന്നത് NP ആണ്. പോയ്സോണിൽ എന്താ? ലാംഡ ആണ്. വേരിയൻസ് എന്താണ്? ബൈനോമിയലില് വേരിയൻസ് ഇസ് ഈക്വൽ ടു NPQ ആണ്. പോയ്സോണിൽ എന്താണ്? അതും ലാംഡ തന്നെയാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ്, ദാറ്റ് ഇസ് റൂട്ട് NPQ. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് ലാംഡ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ബൈനോമിയലും പോയ്സോണും ഉള്ള ഇക്വേഷൻസ്. ആ ചാപ്റ്ററിൽ നമുക്ക് ഇത്ര ഇക്വേഷൻസ് ആണ് ആകെ പഠിക്കാനുള്ളത്. ബൈനോമിയൽ ഇക്വേഷൻ NP, മീൻ NP, വേരിയൻസ് NPQ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് NPQ. പിന്നെ ബൈനോമിയലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു NCX P raised to x Q raised to n minus x. ഇതെന്തായിരിക്കും? പോയ്സോണിന്റെ കേസിൽ പ്രോബിലിറ്റി ഓഫ് x is equal to e raised to minus lambda raised to x divided by x factorial. e raised to minus lambda raised to x divided by x factorial. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ബൈനോമിയലും പോയ്സോണും. ഇത്ര ഇക്വേഷൻ ആണ് നമുക്ക് ഇവരുടെ പഠിക്കാൻ വേണ്ടിയുള്ളത്. സോ ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് മീൻ ഓഫ് ബൈനോമിയൽ തന്നിട്ടുണ്ട്, ബൈനോമിയലിന്റെ മീൻ തന്നിട്ടുണ്ട്. സോ NP തന്നിട്ടുണ്ട് 8.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് സക്സസ് P is equal to 0.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് അറിയാലോ എന്താണ്? NPQ അല്ലേ? എന്താണത്? NPQ ആണ്. സോ നമുക്ക് Qന്റെ വാല്യൂ കൂടെ വേണം. Q എന്താണ്? 1 - P ആണ് നമുക്കറിയാം. Q is equal to 1 - P ആണ് നമുക്കറിയാം. സോ 1 - 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.3 ആയിരിക്കും. ക്യൂവിന്റെ ആൻസർ വരുന്നത് എത്ര? 0.3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേരിയൻസ് എത്രയായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു NP തന്നിട്ടുണ്ട് എത്രയാണ്? 8.4 ആണെന്ന് അറിയാം. സോ 8.4 അതിന്റെ കൂടെ എന്താ? ഒരു Q കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതിന്റെ കൂടെ എന്താ? ഒരു Q കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര ആൻസർ വരുന്നത്? 8.4 into 0.3 that is equal to 2.52. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 2.52 ആണ് ഇവിടെ നമുക്ക് വേരിയൻസ് വരുന്നത്. ആൻസർ ഓപ്ഷൻസിൽ ഉണ്ടല്ലോ 2.52 ആണെന്ത് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. കിട്ടിയിട്ടുണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് there are 50 students in a class and the number of students who will participate in the annual day celebrations every year is a Poisson random variable with mean 3. Total n is equal to 50 ആണ്. പോയ്സോണിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് what will be the probability of more than 2 students will be participating. പ്രോബിലിറ്റി എന്താണ്? Probability of x greater than or equal to 2. Probability of x greater than 2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
രണ്ടിൽ കൂടുതൽ കുട്ടികൾ ആനുവലിലേക്ക് പങ്കെടുക്കണം. ആകെ മീൻ എന്താണ്? ആ 50 ആളെ ക്ലാസ്സിൽ ഏറെക്കുറെ 3 ആൾക്കാർ മാത്രമേ ആനുവലിലേക്ക് പങ്കെടുക്കാറുള്ളൂ. അപ്പം ഇനി വരുന്ന ആനുവലിലേക്ക് 2ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാലോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് എഴുതാലോ. കാരണം എന്താണ്? 2നെക്കാട്ടും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, എത്ര വരെ പോവും? അത് 50 വരെ പോവും. സോ അതെന്താണ്? കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമുക്ക് എന്താ, അതിനൊരു കോംപ്ലിമെന്റ് എടുക്കാം. 1 മൈനസ് 0, 1, 2 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ആരാണ്? 3 തൊട്ട് 50 വരെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ. സോ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1 minus probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2. നമ്മളെ പോയിസോണിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? e raised to minus lambda raised to x by x factorial ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും? 1 മൈനസ് e raised to minus lambda എന്താണ്? 3 ആണ്. lambda raised to x എന്ന് പറയുമ്പോൾ 3 raised to 0 വന്നു. പിന്നെ എന്താണ്? 0 factorial പ്ലസ് e raised to minus 3 raised to എന്താണ്? x എന്താണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ 1 factorial പ്ലസ് e raised to minus lambda raised to x ഇവിടെ എത്രയാണ്? 2 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 2 factorial. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇതിലെ ഓരോ വാല്യൂസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 0.0498 പ്ലസ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 0.1494 പ്ലസ് 0.2241. This is equal to 1 minus 0.4233. This is equal to 1 minus 0.4233. എത്രയാണ് ആൻസർ വരുന്നത്? This is equal to 0.5767. Yes, Sudha. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ചോദിക്കുന്നതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരാം. ഇത് ഇന്റഗ്രൽ 0 to 1 ഇങ്ങനെ ഇന്റഗ്രൽ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ആ ചാപ്റ്ററിന്, ആ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, നമ്മൾ എലിമെന്ററി കാൽക്കുലസ് എന്നുള്ള ചാപ്റ്ററിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇന്റഗ്രൽ x raised to n dx is equal to x raised to 7/7 plus c. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നത് ഇവിടെ 7 ആണെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ അതാണ് n-ന്റെ വാല്യൂ. 7 ആണെങ്കിൽ 7 minus 1 that is equal to 6. അതായിരിക്കും എന്ത്? നമ്മളുടെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ എന്തെങ്കിലും y is equal to 2x minus 3 ഇതിന്റെ dy by dx കാണാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ എന്താണ്? x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ എന്താ? dy by dx 2 കിട്ടി. ഇനി വേറെ കേസ് y is equal to 2x cube minus 6x plus 3. dy by dx എന്ന് പറയുന്നത് എന്താണ്? അത് 2 into 3x square. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് 3x square ആണ്. സോ 2 into 3x square minus 6 into 2x. പിന്നെന്താണ്? ഈ 3 എന്താ? അത് പോയി. അതാണ് കോൺസ്റ്റന്റ് ആണ്. ഇനി ദിസ് ഇസ് ഈക്വൽ ടു 6x square minus 12x. ഇനി ഒരു വട്ടം കൂടി ഡെറിവേറ്റീവ് കാണാൻ d2y by dx square സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ഇതിനൊരു വട്ടം കൂടി ഡെറിവേറ്റീവ് കാണാം. 6 into 2x അപ്പൊ 12x minus 12. ഇതായിരിക്കും എന്ത്? ഇതില് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. പിന്നെന്താണ്? നമ്മളെ ആപ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അവിടെ നമ്മൾ ചെയ്യുന്നത് അതിനൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇന്റഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ x raised to n ആണെങ്കിൽ എന്താണ്? നമ്മൾ ഇക്വേഷൻ x raised to n dx ആണെങ്കിൽ x raised to n plus 1 by n plus 1 plus c ആയിരിക്കും. ഇത്രയും ആൾക്കാരെ അറിയാമെങ്കിൽ ആ ഒരു ചാപ്റ്റർ സെറ്റ് ആണ്. ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മൾ ആ ഒരു ചാപ്റ്റർ ഫുൾ സെറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് യെസ് രഘു സൈന കറക്റ്റ് ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹൈയസ്റ്റ് ഓർഡിനേറ്റ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് അറ്റ് ദി പോയിന്റ് x is equal to 6. നമ്മൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഡൗട്ട് വരുമോ? ഇല്ലല്ലോ. കാരണം നമുക്കറിയാം ഹൈയസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഹൈയസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് മോഡാണ്. ഹൈയസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മോഡ്
മോഡിന്റെ വാല്യൂ ആണ്. മോഡ് ഇസ് ഈക്വൽ ടു 6 ആണ് തന്നിട്ടുണ്ട്. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആടാ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആണ് എന്ത്? ഇത് നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. യെസ് സുധാ, കറക്റ്റ് ആൻസർ എന്താണ്? 6 ആയിരിക്കും നമ്മളെ മീൻ വരിക. അങ്ങനെയാണെങ്കിൽ മീൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ് നമ്മളെ മീൻ വരിക. അത്രേ ഉള്ളൂ സംഭവം. ഇനി നെക്സ്റ്റ് ഇതും നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതും എന്താണ്? ഇതും ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ 2 മീൻ വന്നിട്ടുണ്ട്. 2 മീൻ വരുന്ന കേസ്. യെസ് രഘു, 6 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ദ മീൻ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഓഫ് എ സാമ്പിൾ ഓഫ് 100 ഫീൽഡ്. നമുക്ക് 2 ഫീൽഡ് ഉണ്ട്. അതിന് F1 എന്ന് കൊടുത്തു, F2 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇനി 2 ഫീൽഡ്, അതിൽ ഒരു ഫീൽഡില് N1 ഇസ് ഈക്വൽ ടു 100. അതായത് എത്ര ആ ഫീൽഡില് നമ്മളിവിടെ 100 ഫീൽഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. N1 ഇസ് ഈക്വൽ ടു 100 ആണ്. എത്ര? സാമ്പിള് X ബാർ ഇസ് ഈക്വൽ ടു 200. മീൻ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഓഫ് എ സാമ്പിൾ ഓഫ് 100 ഫീൽഡ്. 100 ഫീൽഡ്സ് എടുത്തു. നമ്മൾ എത്രയാണ്? 100 ഫീൽഡുകൾ എടുത്തു. അതില് അവരുടെ സാമ്പിൾ വീറ്റ് പ്രൊഡക്ഷൻ, അവരെത്ര വീറ്റ്, എത്ര ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മീൻ X ബാർ ഇസ് ഈക്വൽ ടു 200 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സാമ്പിൾ മീൻ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 kg ആണ് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെറ്റ് അവരിവിടെ എടുത്തിരിക്കുന്നത് 150 ഫീൽഡാണ്. അവരെടുത്തിരിക്കുന്നത് 150 ഫീൽഡാണ്. അതില് X2 ബാർ എന്ന് പറയുന്നത് 205 ആണ്. അവിടെ മീൻ എത്രയാണ് വരുന്നത്? അവിടെ മീൻ വരുന്നത് എത്രയാണ്? അത് 205 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ വരുന്നത്? S2 ഇസ് ഈക്വൽ ടു 22. S2 എന്താണ്? അത് 22 ആണ്. S2 എന്താണ്? അത് 22 ആണ്. ഇനി ഇവിടെ എന്താണ്? 2 മീനുകളാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നമ്മളെ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? നമ്മളെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2. 2 മീനും എന്താണ്? ഈക്വൽ ആണ്. ഇനി അതിന്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ? μ1 നോട്ട് ഈക്വൽ ടു μ2. നോട്ട് ഈക്വൽ ടു വരികയാണെങ്കിൽ നമുക്കറിയാം അതെന്താണ്? അത് 2 tailed ടെസ്റ്റ് അല്ലേ? അതെന്താണ്? അതൊരു 2 tailed ടെസ്റ്റ് ആണ്. μ1 നോട്ട് ഈക്വൽ ടു μ2 എന്ന് പറഞ്ഞാല് ആദ്യത്തെ സ്റ്റെപ്പ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? 2 പോപ്പുലേഷൻ മീൻ വരികയാണെങ്കിൽ 2 പോപ്പുലേഷൻ മീൻ വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുക എന്താ? Z ആണ് യൂസ് ചെയ്യുക. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? X1 ബാർ മൈനസ് X2 ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 പ്ലസ് S2 സ്ക്വയർ ബൈ N2. ഇനി സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ് തരുന്നെങ്കിലോ അപ്പൊ എന്താ? σ1 സ്ക്വയർ ബൈ N1 പ്ലസ് σ2 സ്ക്വയർ ബൈ N2 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു X1 ബാർ തന്നിട്ടുണ്ട്. എത്രയാണ്? 200 മൈനസ് X2 ബാർ എത്രയാണ്? അത് 205 ആണ്. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ ദാറ്റ് ഇസ് 20 സ്ക്വയർ. S1 സ്ക്വയർ എന്താ? 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. ഇവിടെ N1 എത്രയാണ്? 100 അല്ലേ വരുന്നത്? അത് എത്ര വരുന്നത്? 100 ആണ് വരുന്നത്. ഇവിടെ എന്താ? S2 സ്ക്വയർ 22 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ N2 എന്താണ്? അത് 150 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി എത്രയാണ് ആൻസർ വരുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് ആൻസർ വരുന്നത് എത്രയായിരിക്കും? ഇത് വരുന്നത് മൈനസ് 1.859 ആണ്. -1.859 ആണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരാൾ വിട്ടുപോയിട്ടുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ളത്? എന്താണ്? നമ്മളുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്രിട്ടിക്കൽ റീജിയനും പറയണല്ലോ. അതല്ലേ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1% ആണ്. 0.01 ആണ്. യെസ് റാജി, നമ്മൾ എല്ലാ ഇക്വേഷൻസ് എന്തായാലും പറയും.
സോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഇസ് ഈക്വൽ 0.01 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 0.01. ഇനി ക്രിട്ടിക്കൽ റീജിയൻ 2 ടൈലഡ് എസ് ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെയായിരുന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 അല്ലേ? സോ 0.01ന്റെ കേസിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്തായിരുന്നു? അത് 2.58 ആയിരുന്നു. അതെന്തായിരുന്നു? 2.58 ആണ്. സോ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.58 ആണ് എന്ത്? എന്റെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. മോഡ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2.58 എന്താണ്? 2.58 ആണ് വരുന്നത്. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് വാല്യൂ വന്നിട്ടുണ്ട്. സെഡിന്റെ വാല്യൂ എന്താണ്? -1.859. അപ്പൊ മോഡ് സെഡ് എന്താണ്? 1.859 ആണ്. മോഡ് സെഡ് എന്താണ്? 1.859 ആണ്. യെസ് സുധ, 2.487 എന്താണ്? സോ അതെന്താണ്? അത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.58 ആണ് നമുക്ക് വരുന്നത്. സോ ഇനി ദിസ് ഇസ് ഈക്വൽ ടു ഇതെന്താണ്? 2.58 ആണ് എന്ത്? നമ്മളെ ടെയിലിന്റെ വാല്യൂ വരുന്നത്. നമ്മളെ സെഡ് ആൽഫേന്റെ വാല്യൂ വരുന്നത് എന്താണ്? 2.58 ആണ്. സോ അതെന്താണ്? ഇവിടെ അതിനെക്കാട്ടും ചെറിയൊരു വാല്യൂ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്? അതിനെക്കാട്ടും ചെറിയൊരു വാല്യൂ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്? സോ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ എച്ച് നോട്ട് എന്താ? ആക്സെപ്റ്റ് ചെയ്യാം. വി ആക്സെപ്റ്റ് എച്ച് നോട്ട്. ആക്സെപ്റ്റ് എച്ച് നോട്ട്. കാരണം എന്താ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ എന്താണ്? ടേബിൾ വാല്യൂവിനെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ്? എച്ച് നോട്ട് എന്താണ്? ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എച്ച് നോട്ട് എന്താണ്? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് മീനും μ1 is equal to μ2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ലൈങ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ച് എന്തായിരുന്നു? -1ന്റെയും 1ന്റെ ഇടയിലല്ലേ? സോ അത് എവിടെയാണ്? -1ന്റെയും 1ന്റെ ഇടയിലാണ്. അതല്ലേ നമ്മളുടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സോ -1 to 1. യെസ് ജസ്റ്റ് നമ്മൾ എന്താണ്? ആക്സെപ്റ്റ് ചെയ്തു. സോ -1ന്റെയും 1ന്റെ ഇടയിലാണ് എന്ത്? ന്റെ വാല്യൂ ഉള്ളത്. ഇനി നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഇതെല്ലാം നമ്മളുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ള ചാപ്റ്ററിൽ, സാമ്പിളിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. സാമ്പിളിംഗില് നമ്മള് ടി പഠിക്കേണ്ട, കൈ സ്ക്വയർ പഠിക്കേണ്ട, എഫ് പഠിക്കേണ്ട, അതിന് തൊട്ട് മുന്നേ നോർമലും പഠിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതെന്താണ്? സിമെട്രിക് അബൌട്ട് മീൻ ആണ്. അതെന്താണ്? സിമെട്രിക് അബൌട്ട് മീൻ ആണ് വന്നിട്ടുള്ളത്. ഇനി എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ, എഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദി റാൻഡം വേരിയബിൾ ഓൾസോ ഫോളോസ് ദി സെയിം ഡിസ്ട്രിബ്യൂഷൻ. റെസിപ്രോക്കൽ ഓഫ് ദി റാൻഡം വേരിയബിൾ ഓൾസോ ഫോളോസ് ദി സെയിം ഡിസ്ട്രിബ്യൂഷൻ. അത് ഏതാണ്? എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ യെസ്, ബി എന്താണ് വരുന്നത്? യെസ് ജസ്റ്റ് നോ. നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 3 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സി. സി ചോദിക്കുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതെന്താണ്? അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇവിടെ ബാക്കിയുള്ളത് ആരാണ്? സിമെട്രിക് അബൌട്ട് 0. നമ്മളെ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് 0. അത് ആ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്ന കാര്യമാണ്. പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് 0. സോ എങ്ങനെയാണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്യുക? ഇനി നെക്സ്റ്റ്, യെസ്, ഇന്റഗ്രേഷൻ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. ഇവിടെ ഡിഫറൻസിയേഷൻ ആണ് ഫസ്റ്റ്. സോ d/dx ഓഫ് x⁻⁷. d/dx ഓഫ് x⁻n ആണെങ്കിൽ എന്താണ്? nx⁻n-1 ആണ്. ഇവിടെ എന്താണ്? x⁻7 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു x⁻7x⁻7-1. ദാറ്റ് ഈസ് ഈക്വൽ ടു 7x⁻6. ഇതല്ലേ വരുന്നത്? ഇതല്ലേ നമുക്ക് ആൻസർ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ എവിടെയുള്ളത്? നമ്മൾ ഓപ്ഷൻ ബി ആണെന്ത്? 7x⁻6 വരുന്നത്. ഓപ്ഷൻ ബി ആണെന്ത്? 7x⁻6 വരുന്നത്. ഇനി നെക്സ്റ്റ് ഇന്റഗ്രൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രൽ 0 to 2 4x³ + 3x² + 2x + 1 dx. അതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? 4ന്റെ x³ ഇന്റഗ്രൽ x⁴/4. x³ ഇന്റഗ്രൽ എന്താണ്? x⁴/4 ആണ്. പ്ലസ് 3 × x² ഇന്റഗ്രൽ x³/3 ആണ്. പ്ലസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? 2x² 2 ആണ്. പ്ലസ് 1ന്റെ ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്നത് x + c ആണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ x കിട്ടി. ഇൻ ദ റേഞ്ച് 0 to 2.
ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കോമൺ ആയിട്ട് ടേംസ് ഉണ്ട് അല്ലെ. സോ ഇവിടെ ആ കോമൺ ടേംസ് ഒക്കെ കട്ട് ചെയ്യാം. 4 4 പോയി 3 3 2 2. സോ ഇനി നമ്മളുടെ ഈ ഇക്വേഷൻ ബാക്കിയുള്ളത് എന്താണ്? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻ ദ റേഞ്ച് എന്താണ്? 0 to 2. 0 to 2 ഇടയിലാണ് ഇത് വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്താ 2 വാല്യൂ കൊടുക്കാം. ആദ്യം നമുക്ക് എക്സിനൊക്കെ എന്താ 2 എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 raised to 4 പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 മൈനസ് 0. ഇവിടെ 0 സ്ക്വയറും 0 raised to ക്യൂബ് എന്ത് കൊടുത്താലും ഇതാ 0 തന്നെയല്ല ആൻസർ വരുന്നത്. ഇതെന്താണ്? 0 തന്നെയാണ് ആൻസർ വരുന്നത്. സോ നമുക്ക് ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ്, 2 ക്യൂബ് 8 ആണ്, 2 സ്ക്വയർ 4 ആണ്, ആൻഡ് ലാസ്റ്റ് 2. സോ അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ആൻസർ എത്രയാണ് വരുന്നത്? ഇത് ആഡ് ചെയ്യുമ്പോൾ ഫൈനലി എത്രയാണ് ആൻസർ വരുന്നത്? യെസ്, നമ്മൾക്ക് ആൻസർ വരുന്നത് 30 ആണ്. യെസ് മുഹമ്മദ്, അനോവ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് പോർഷൻ 9 വരെയാണ് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കുറെ ആൾക്കാർ അനോവ പറഞ്ഞതുകൊണ്ട് അനോവ ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അനോവന്റെ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. സോ ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ z ലെസ് ദാൻ 3. അങ്ങനെയാണെങ്കിൽ നമ്മളെ കേർവ് എങ്ങനെയാണ്? കേർവ് വരുന്നത് -2, ഇവിടെ വരുന്നത് 3. സോ എനിക്ക് വേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ആണ് വേണ്ടത്. സോ ഇതിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? എനിക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ z ലെസ് ദാൻ 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 3. ഇങ്ങനെയാണ് എന്ത് എനിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതിനെ എനിക്ക് ഇങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ദിസ് ഇസ് ഈക്വൽ ടു 0 to 2. സോ 0യും 2വും ഫസ്റ്റ് എന്താണ്? 0യും 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം. സോ നമുക്ക് 0ന്റെയും 2ന്റെയും വാല്യൂ കിട്ടിയിരിക്കുന്നത് 0.4772 ആണ്. സോ ഫസ്റ്റ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട് 0.4772 പ്ലസ് ഇനി 0യും 3യും ആണ് എനിക്ക് കണ്ടത്. ഇനി നെക്സ്റ്റ് എനിക്ക് എന്താ കണ്ടത്? 0യും 3യും ആണ് എനിക്ക് കണ്ടത്. സോ ഇവിടെ 0 ഇങ്ങനെ വരുന്നുണ്ട്, ഇതാണ് 3. സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഇവിടെ വരുന്ന വാല്യൂ 0.4987 ആണ്. എത്രയാണ് വരുന്നത്? 0.4987 ആണ് വരുന്നത്. വരുന്ന വാല്യൂ 0.4987. ആൻസർ എത്ര വരുന്നത്? ഫൈനലി ഇതിന്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും വരാം? ഫൈനലി ഇതിന്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 0.9759. ആൻസർ വരുന്നത് എത്രയാണ്? 0.9759 ആയിരിക്കും ആൻസർ. യെസ് ജസ്റ്റ് നോ, നമ്മളെ 0 to 2 റേഞ്ചിലാണെങ്കിൽ 0.4772, പിന്നെ 0 to 3 ആണെങ്കിൽ അത് 0.4987. ഫൈനലി ആൻസർ എത്ര കിട്ടുക? 0.9759. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? 1/σ√2π e raised to -1/2 x minus mu by sigma the whole square. x minus mu by sigma the whole square. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മീനും വേരിയൻസും കാണണം. മീൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. വേരിയൻസ് എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ്. ഇവിടെ എക്സ് മൈനസ് മ്യൂ, മ്യൂവിന്റെ സ്ഥലത്ത് ഇവിടെ ഉള്ളത് ആരാണ്? ഇവിടെ മ്യൂവിന്റെ സ്ഥലത്തുള്ളത് ആരാണ്? അതെന്താണ്? 25 ആണ് വരുന്നത്. ഇനി സിഗ്മയുടെ സ്ഥലത്ത് ആരാണ്? 5 ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? സിഗ്മ സ്ക്വയർ ആണ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. അതെന്തായിരിക്കും? 25 ആയിരിക്കും. അതെന്താണ്? 25 ആണ്. മീനിന്റെ സ്ഥലത്ത് എന്താണ്? മീനും എന്താണ്? അതും എന്താണ്? 25 അല്ലേ ഇവിടെ ഇരിക്കുന്നത്. സോ മീൻ 25 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എന്താണ്? മീനും 25 ആണ്. വേരിയൻസ് എന്ത് തന്നെയാണ്? ഇവിടെ 25 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ സംഭവം ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, an estimator T1 is more efficient than T2 എന്ന് നമ്മൾ എപ്പോഴാ പറയാ? T1 T2 രണ്ട് എസ്റ്റിമേറ്റേഴ്സ്, അതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് നമ്മൾ എപ്പോഴായിരുന്നു പറയാ? വേരിയൻസ് ഓഫ് T1 ആൻഡ് വേരിയൻസ് ഓഫ് T2. ഇതിൽ T1 ആണ് കൂടുതൽ എഫിഷ്യന്റ് എങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആയിരിക്കും. രണ്ട് എസ്റ്റിമേറ്റേഴ്സ്, അതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളത് ആർക്കാണോ, അവരാണ് എന്ത് കൂടുതൽ efficient estimator എന്ന് നമ്മൾ പറയാം. വാട്ട് ആർ ദി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ? ഗുഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അൺബയാസ്ഡ്നെസ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ്? അൺബയാസ്ഡ്നെസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു, എഫിഷ്യൻസി, പിന്നെന്താണ്? സഫിഷ്യൻസി,
പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കൺസിസ്റ്റൻസി. ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്, ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ്, T is a consistent estimator of a parameter theta. അങ്ങനെയാണെങ്കിൽ T ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ഇവിടെ n tends to infinity, സാമ്പിൾ സൈസ് ലാർജ് ആവുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് T will tend to 0 and variance of T will tend to 0. എക്സ്പെക്ടേഷൻ ഓഫ് T എന്താണ്, അത് തീറ്റയിലേക്ക് പോവും. അതുപോലെ വേരിയൻസ് ഓഫ് T എന്തായിരിക്കും, അത് 0യിലേക്ക് പോവും. ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഈ നെക്സ്റ്റ്, the number of petals in a flower is an example of dash random variable. നമ്മൾ 2 ടൈപ്പ് വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും പിന്നെ എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, സെപ്പറേറ്റ് വാല്യൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ പെറ്റൽസ് എന്താണ്, നമ്മൾ 4, 5, 6 എന്ന് കൃത്യമായ നമ്പേഴ്സിലാണ് പറയാ. അതുകൊണ്ട് ഇത് എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇനി കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്തായിരുന്നടാ, അതിന്റെ എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, ഇതെല്ലാം ലെങ്ത്, ഇതെല്ലാം എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ എക്സാമ്പിൾസ് ആണ്. ഇനി റൈറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x ആണ്. അത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇങ്ങനെയാണ് എന്ത്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, f of x എന്ന് പറയുന്നത് നോൺ ഡിക്രീസിങ് ആണ്. f of x നോൺ ഡിക്രീസിങ് ആണ്. പിന്നെന്താണ്, കണ്ടിന്യൂസ് ടു റൈറ്റ് ആണ്. f of മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. f of പ്ലസ് ഇൻഫിനിറ്റി 1 ആണ്. ഇതുപോലെ എന്താ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ്, ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 36 എന്ന് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x -5 ആണ്. ഇതുപോലെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x -5, ദാറ്റ് ഇസ് ഈക്വൽ ടു 36 - 5 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, 31 അല്ലേ ആൻസർ. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്, 31 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ്, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിച്ചപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് d/dx ഓഫ് f of x ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, നമ്മള് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. സോ ആദ്യം f of x is equal to 0 ആയിരിക്കും എപ്പം, ഇഫ് x is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ f of x എന്താണ്, ലെസ് ദാൻ 0 ആയപ്പോൾ നമുക്ക് എന്താ 0 ആണ് കിട്ടുന്നത്. 0ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 തന്നെയാണ്. സോ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇനി x⁴ വരുമ്പം x⁴ ആണ് എന്ത്, ഏത് റേഞ്ചില്, 0 ലെസ് ദാൻ x ലെസ് ദാൻ 1. ഈ ഒരു റേഞ്ചിൽ എന്താണ്, x⁴ ആണ് വരുന്നത്. അതിന്റെ എന്താ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. സോ d/dx ഓഫ് x⁴ അതെന്തായിരിക്കും കിട്ടുക, 4x⁴ - 1. nx⁻n - 1 അല്ലേ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ. സോ 4x³ ആണ് എന്ത്, നമ്മളുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഏത് റേഞ്ചില്, 0ന്റെയും 1ന്റെയും ആ ഒരു റേഞ്ചില്. ഇനി 1ന്റെ ഡെറിവേറ്റീവ് എന്താ, 1 കോൺസ്റ്റന്റ് ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്. ഇഫ് x is greater than or equal to 1. സോ ഇതിനെ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ഫൈനലി നമ്മുടെ f of x is equal to 4x³ if 0 ഏതാണ് റേഞ്ച്, ഇറ്റ് is equal to 4x³ if ഏതാണ് റേഞ്ച്, 0 ലെസ് ദാൻ x ലെസ് ദാൻ 1, 0 otherwise അതായത് 0നെക്കാട്ടും ഇവിടെ ഈ എക്സിന്റെ വാല്യൂ എന്താണ്, എക്സിന്റെ വാല്യൂ 0നെക്കാട്ടും ചെറുത് വരികയാണെങ്കിലും 1നെക്കാട്ടും എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ 1 വരികയാണെങ്കിലും രണ്ട് കേസിലും നമുക്ക് എന്താണ് 0 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 4x³ ആണ് ഏത് റേഞ്ചില്, 0ന്റെയും 1ന്റെ ഇടയിൽ. ഇനി 0 ആയിരിക്കും എന്ത്, ബാക്കി എല്ലാ കേസിലും ആ 0ന്റെയും 1ന്റെയും പുറത്തു പോയി കഴിഞ്ഞാൽ അത് എന്താണ്, അതെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ നെക്സ്റ്റ്, ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത്. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് ഏതായിരുന്നു നമ്മളെ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മളുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളെ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്,
നെക്സ്റ്റ് ഇഫ് z is a standard normal variable, z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്, അതായത് z ഫോളോസ് n01 ആണെങ്കിൽ z സ്ക്വയർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന ക്വസ്റ്റ്യൻ. അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. z സ്ക്വയർ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. എന്താണ് z ഫോളോ ചെയ്യുന്നത്? z സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. നെക്സ്റ്റ് ടു ടെസ്റ്റ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്, നമ്മളുടെ ആട്രിബ്യൂട്ട്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതിന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിൽ നമ്മൾ യൂസ് ചെയ്തതിന് ടെസ്റ്റ് ചെയ്തായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ എന്തായിരുന്നു ആ ടെസ്റ്റ്? ഈ ഒരു കേസിൽ, ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്തതിന് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് അല്ലെ? യെസ്, കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് എന്ത്? ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിന്റെ ഇൻഡിപെൻഡൻസ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടെസ്റ്റ് എന്തായിരുന്നു? അത് കൈ സ്ക്വയർ ടെസ്റ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? Next question, the statistical constants or measures such as mean, median, mode, standard deviation, etc. which are calculated from sample. നമുക്ക് പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പാരാമീറ്റർ എന്നാണ് പറയാം. ഇനി പോപ്പുലേഷനിൽ നിന്ന് ഞാൻ ചെറിയൊരു സാമ്പിൾ എടുക്കുന്നു, അതിലെ ആൾക്കാരെ ഞാൻ എന്താണ് പറയാ? സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയാ. അതിൽ നിന്ന് ഞാൻ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. ഇനി പോപ്പുലേഷന് മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ അതിന് എന്താ പറയാ? അതാണ് നമ്മളുടെ പാരാമീറ്റർ, PP, സ്റ്റാറ്റിസ്റ്റിക് സാമ്പിൾ. ഈ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഈ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തിട്ടാണ്? സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി കോൺസ്റ്റന്റ്സ് ഓർ മെഷേഴ്സ് സച്ച് ആസ് മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം നമ്മൾ സാമ്പിളിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ സാമ്പിളിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് എന്നായിരിക്കും. ഇനി നെക്സ്റ്റ്, ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേരിയബിൾ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അത് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ്. അതെന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആയിരുന്നു അല്ലേ? ഇനി നെക്സ്റ്റ്, ഇതേ ഒരു മോഡൽ നമ്മളിപ്പോ ചെയ്തതാണ്. ഇതില് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്, ഇതൊരു PMF ആണെങ്കിൽ കെന്റെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. കെന്റെ വാല്യൂ എങ്ങനെയാ കാണാം? കെന്റെ വാല്യൂ നമ്മൾ എങ്ങനെയായിരിക്കും കാണാം? കെന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2 പ്ലസ് കെ പ്ലസ് 0.4 പ്ലസ് 0.3 ഇസ് ഈക്വൽ ടു 1. കെന്റെ വാല്യൂ എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. കെന്റെ വാല്യൂ എന്തായിരിക്കും വരിക? കെന്റെ വാല്യൂ കെ പ്ലസ് 0.2 പ്ലസ് 0.4 പ്ലസ് 0.3. ആൻസർ വരെ എത്രയായിരിക്കും? 0.9. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. K is equal to 1 minus 0.9 and that is equal to 0.1. നമുക്കിവിടെ ആൻസർ വരുന്നത് എത്രയാണ്? കെന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? കെന്റെ വാല്യൂ കിട്ടിയോ? എത്രയാണത്? 0.1 ആണ് എന്ത്? നമ്മളുടെ കെന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാലോ? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് ഇവിടെ 0.1 ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓരോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ ഇതെന്താണ്? യെസ് ജസ്റ്റ് നോ 0.1 ആണ് നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്. ഇനി എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഈ ഓരോ പ്രോബിലിറ്റീസ് എന്താണ്? നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി. സോ ഫസ്റ്റ് നമുക്കിവിടെ 0.2 കിട്ടും. ഫസ്റ്റ് എന്താണ്? 0.2 കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ? നെക്സ്റ്റ് ഇവിടെ 0.2 പ്ലസ് 0.1 അപ്പൊ എത്രയായിരിക്കും? 0.3 കിട്ടും. 0.3 പ്ലസ് 0.4 എത്രയായിരിക്കും കിട്ടുക? 0.7 ആയിരിക്കും. 0.7 പ്ലസ് 0.3 ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഫൈനലി 1 ആണ് ആൻസർ കിട്ടുക. സോ ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇൻ നെക്സ്റ്റ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് ദി PDF ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ. നമ്മൾക്ക് PDF തന്നിട്ടുണ്ട്. എന്താണ്? 0 to 1 fx dx. ഇതാണ് നമുക്ക് കാണേണ്ടത്. അതെന്താണ്? അത് 1 ആയിരിക്കും. ഇത് PDF ആവണമെങ്കിൽ, യെസ് ഫാത്തിമ, നമുക്ക് ഫൈനലി 1 ആണ് ആൻസർ വരിക. ഇത് PDF ആവണമെങ്കിൽ ഇത് എന്തായിരിക്കണം? ഈ ഒരു ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 1 എന്ന ആൻസർ കിട്ടണം. സോ ഇന്റഗ്രൽ 0 to 1
ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് എന്താണ്? അത് കെ എക്സ് സ്ക്വയർ അല്ലേ? കെ എക്സ് സ്ക്വയർ അല്ലേ? സോ ഇൻറ്റു കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. സോ കെ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ അറിയാലോ, എക്സ് ക്യൂബ് ബൈ 3 ആണ്. സോ 0 to 1 അതെന്താണ്? 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 by 3 minus 0 is equal to 1, which implies k by 3 എന്ന് പറയുന്നത് 1 ആണ്. സോ കെന്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. കെന്റെ വാല്യൂ എന്താണ് വരുന്നത്? 3 അല്ലേ? കെന്റെ വാല്യൂ എന്താണ് ഇവിടെ വരുന്നത്? ഫൈനലി 3 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. യെസ്, നമ്മളുടെ എനോവയിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര ആൾക്കാർ എനോവ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഒരുപാട് ആൾക്കാർ എനോവ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എനോവേന്റെ 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് എല്ലാ ഇക്വേഷൻസ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എനോവേന്റെ കേസിൽ നമുക്ക് ഇങ്ങനൊരു ടേബിൾ തന്നിട്ട് ഇത് ഫുൾ ആക്കാനായിരിക്കും പറയാം. ഇങ്ങനൊരു ടേബിൾ തന്നിട്ട് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയാം. എനോവ നമ്മൾ പഠിക്കുമ്പം അതിൽ കെ എന്നുള്ളൊരു ടേം ഉണ്ട്. കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്. അതായത് ഇപ്പം എൻ്റെ ടേബിൾ ഇങ്ങനെയാണ്. സോ എനിക്ക് എന്താണ് 3 വാല്യൂസ് ഉണ്ടെങ്കിൽ സോ എൻ്റെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അതായത് ഇതിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, സോ എല്ലാ നമ്പർ ഓഫ് എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ആദ്യത്തേൽ 3 ആൾക്കാർ, അടുത്തേൽ 4 ആൾക്കാർ, പിന്നെ 5 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ആണ്, അത് 12 ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നമ്മളുടെ ടോട്ടൽ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മളുടെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ T1 ഉണ്ട്, T2 ഉണ്ട്. T1 എന്താണ്? അതൊരു റോയിന്റെ ടോട്ടലാണ്. ഫസ്റ്റ് സാമ്പിളിന്റെ ടോട്ടലാണ് T1, സെക്കൻഡ് സാമ്പിളിന്റെ ടോട്ടലാണ് T2. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ആണെന്ന് G എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ കറക്ഷൻ ഫാക്ടർ കാണണം. കറക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് G² by N ആയിരിക്കും. G² അതിന്റെ ടോട്ടൽ അവിടെ ടേബിളിൽ ഉണ്ടാവും. ആൻഡ് എന്നിന്റെ വാല്യൂ 12 ആണ്. ഈ ഒരു ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ടേബിളിലെ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. സം ഓഫ് സ്ക്വയേഴ്സ് അതിന് നമുക്ക് എന്താണ് ഇവിടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇതിലെ എല്ലാ ഒബ്സർവേഷൻസ് എന്താണ്? എല്ലാ ഒബ്സർവേഷനും സ്ക്വയർ കാണണം. എന്നിട്ട് ഇതെന്താക്കണം? ആഡ് ചെയ്യണം. എല്ലാ ഒബ്സർവേഷന്റെയും സ്ക്വയർ കാണണം. എന്നിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാത്തിന്റെയും സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻസ് സം ഓഫ് നമ്മൾ ആ ഇവിടെയുള്ള എല്ലാ ഒബ്സർവേഷൻസിനും എന്താ? അതിന് സ്ക്വയർ കാണണം. എന്നിട്ട് അതിന്റെ സമ്മ് കാണണം. മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇതാണ് നമ്മളുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. ഇവിടെയാണ് നമ്മളുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് വരുന്നത്. ഇനി നമ്മളുടെ എസ് എസ് ബി ഉണ്ട്, പിന്നെ SSW ഉണ്ട്. SSB എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് ആണ്. അതെന്താണ്? ബിറ്റ്വീൻ സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇവിടെ TI² സമ്മേഷൻ TI² by NI മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇവിടെ TI² എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിന്റെ സം ആണെങ്കിൽ അതെന്താണ്? T1² ആയിരിക്കും. ഇനി NI എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, അതാണ് N. ഇനി സെക്കൻഡ് സാമ്പിളിൽ എന്തായിരിക്കും? T2². അതിൽ എത്ര സാമ്പിൾസ് ഉണ്ട്, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, അതാണ് NI വരിക, N2 വരും. സോ ഇതിന്റെ TSS മൈനസ് SSB ചെയ്താല് നമുക്ക് SSW കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളം നമുക്ക് സെറ്റാക്കാലോ. ഫസ്റ്റ് കോളം സെറ്റാക്കാൻ ഇവിടെ എന്താണ്? ആകെ SS മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഇവിടെ ആദ്യത്തെ 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും വരിക? 14 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. സോ ഇവിടെ 12 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ MSS മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് 2 ഉണ്ട്. MSB ഉണ്ട്, MSW ഉണ്ട്. MSB എന്ന് പറയുന്നത് ബിറ്റ്വീൻ സാമ്പിൾസ് ആണ്. ആൻഡ് MSW എന്ന് പറയുന്നത് വിതിൻ സാമ്പിൾസ് ആണ്. അതായത് സാമ്പിളിന്റെ അകത്ത്. ബിറ്റ്വീൻ സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? 1, 2, 3 3 സാമ്പിൾ ആണെങ്കിൽ ആ സാമ്പിളുകൾ തമ്മിൽ. വിതിൻ സാമ്പിൾ ആണെങ്കിലോ ഈ സാമ്പിളിന്റെ അകത്ത് തന്നെയുള്ള വേരിയേഷൻ. സോ വിതിൻ സാമ്പിൾ ആണെന്ത്? നമ്മളെ MSW വരുന്നത്. MSBന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
SSB ഡിവൈഡഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. SSB ഡിവൈഡഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം MSBന്റെ വരുന്നത് K-1 ആണ്. ഇനി MSW ആണെങ്കിൽ അത് വരുന്നത് SSW ഡിവൈഡഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-K ആണ്. എത്രയാണ്? N-K ആണ്. ഇനി TSS നമ്മുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-1 ആണ്. എത്രയാണ്? N-1. സോ ഇവിടെ N എത്രയാണ്? N 15 ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് N-1 ആണ്. എത്രയാണ്? 14 ആണ്. ഇപ്പൊ ഇവിടെ N-1 കിട്ടിയിട്ടുണ്ട്. N-1 is equal to 14. K-1 is equal to 2 and N-K എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. N-K 12, K-1 2 and N-1 എന്ന് പറയുന്നത് 14 ആണ്. ഇതാണ് നമ്മൾ ANOVA ടേബിൾ സംഭവിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ആരെയാണ്? MSW തന്നിട്ടുണ്ട് അല്ലെ. MSW തന്നിട്ടുണ്ട്. എത്രയാണ്? MSW is equal to MSWന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് SSW ഡിവൈഡഡ് ബൈ N-K. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ അത് എത്രയാണ്? MSWന്റെ ആൻസർ നമുക്ക് അറിയാം. എത്രയാണ് അത് 6 ആണെന്ന് അറിയാം. MSW 6 ആണെന്ന് അറിയാം. നമുക്ക് അറിയാത്തത് ആരാണ്? SSW ആണ് നമുക്ക് കാണേണ്ടത്. SSW എങ്ങനെ കാണാൻ വേണ്ടി പറ്റുക? ഇവിടെ ഈ N-Kയും ഈ 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ 6 into N-K ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് 12 ആണെന്ന് അറിയാം. അത് എത്രയാണ്? 12 ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ 6 into 12 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ എത്ര കിട്ടാം? നമുക്ക് ആൻസർ കിട്ടുക 72 എന്നാണ്. കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആൻസർ എത്ര വരുന്നത്? 72 ആണ് കിട്ടുക. നമുക്ക് എത്രയാണ് ആൻസർ? 72 കിട്ടും. നമ്മളെ SSW കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് 72 ആണ്. ഇനി MSW ആണല്ലോ. ഇതെന്താണ്? ഇവിടെ വരുന്നത് ആരായിരിക്കും? MSW. ബിറ്റ്വീൻ ദി സാമ്പിൾസ് അല്ലേ. സോ MSB ആണ് നമ്മൾ കണ്ടത്. എന്താണ്? ബിറ്റ്വീൻ ദി സാമ്പിൾസ് MSW കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. MSB ആണ് ഇവിടെ വരിക. സോ MSB എന്ന് പറയുന്നത് എന്താണ്? അത് SSB ഡിവൈഡഡ് ബൈ K-1. SSB എന്താണ്? അത് 40 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 20. അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത്? 20 അല്ലേ. ഇവിടെ എത്രയാണ് വരുന്നത്? 20 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ എഫ് എന്ന് പറയുന്നത്, എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് F is equal to MSB ഡിവൈഡഡ് ബൈ MSW. ഇത് ചെയ്താലാണ് നമുക്ക് എഫ് കിട്ടുക. ഇവിടെ ഈ എഫ് വാല്യൂ എന്താണ്? അത് നമ്മളെ ടേബിളിൽ നിന്നാണ് കിട്ടുക. ഇതെന്താണ്? നമ്മളെ ടേബിളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. എന്ത്? ഈ എഫിന്റെ വാല്യൂ. സോ ഇവിടെ ഈ എഫിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എഫിന്റെ വാല്യൂ എന്താണ്? എഫ് റേഷ്യോ എന്ന് പറയുന്നത് MSB ഡിവൈഡഡ് ബൈ MSW ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു MSB നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 20 അല്ലേ. ഇത് എത്രയാണ്? 20 ആണ്. ഡിവൈഡഡ് ബൈ MSW എത്രയാണ്? അത് 6 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 20 by 6 ചെയ്യുമ്പോൾ നമുക്ക് 3.33 എന്ന ആൻസർ കിട്ടുക. സോ ഈ ടേബിൾ ഫുള്ളായി. ഈ ടേബിളിൽ എല്ലാ വാല്യൂസും കിട്ടിയതിൽ എത്രയാണ്? ഫൈനലി 3.33. സോ ഇനി നമ്മളുടെ ഇൻഫറൻസ് എന്താണ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു F ആൽഫ ആണ്. F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു F ആൽഫയാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ. ഇപ്പം ഇവിടെ നമുക്ക് എഫിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് 3.33 ആണ്. അത് 3.33 ആണ്. F ആൽഫയുടെ വാല്യൂ ഉണ്ട്. അത് എത്രയാണ്? 3.89 ആണ്. സോ 3.89നെക്കാട്ടും ചെറിയ വാല്യൂ അല്ലേ 3.33? ചെറിയ വാല്യൂ അല്ലേ? അപ്പൊ ലെസ് ദാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയാ? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. വി വിൽ ആക്സെപ്റ്റ് H0. ഇവിടെ നമ്മൾ H0 എന്താണ്? ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ H0 എന്താണ് വരിക? H0 എന്ന് പറയുന്നത് all means are equal. എന്താണ്? all means are equal. That is mu1 is equal to mu2 is equal to etc is equal to mu k, and H1 എന്ന് പറയുന്നത് they are not equal. Means are not equal. The means are not equal. ഈ മീൻ വാല്യൂസ് എന്താണ്? ഈക്വൽ അല്ല. അതാണ് എന്ത്? നമ്മളുടെ H1 എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മളുടെ എനോവ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ എത്രയാണ് 22 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ അടുത്ത വാല്യൂ കിട്ടുമല്ലോ. 22 - 3 എത്രയാണ് വരുന്നത്? എത്ര വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. 22 - 3 എത്രയാണ് വരുന്നത്? നമുക്ക് 19 ആണ് വരും. 22 - 3 ചെയ്യുമ്പോൾ നമുക്ക് 19 ആണ് ആൻസർ വരുന്നത്. കിട്ടിയിട്ടുണ്ടോ 19? ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളുടെ SSW തന്നിട്ടുണ്ട്. 42.62 ആണ് തന്നിട്ടുണ്ട്. SSW എത്രയാണ്? 42.62 ആണ്. 42.62 ആണ് എന്ത് നമ്മൾ SSW എന്ന് പറയും. ഇവിടെ ഒരാളും കൂടെ ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. അപ്പൊ എന്താ 72 + 40 അതുവരെ എന്തായിരിക്കും? 112 ആണ്. അതെന്താണ്? 112 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ്? SSW പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 42.62 ആണ് എന്ത് SSW. ഇനി MSW കാണാൻ നമുക്കറിയാലോ. MSW ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താണ്? ഈ കോളം ഡിവൈഡഡ് ബൈ ഈ കോളം. SSW ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ദിസ് ഇസ് ഈക്വൽ ടു 42.62 ഡിവൈഡഡ് ബൈ 19. ദിസ് ഇസ് ഈക്വൽ ടു 2.24. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 2.24 ആണ് എന്ത് MSW. MSW 2.24 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളുടെ MSB കാണണമെങ്കിൽ നമുക്ക് ആരെയാ വേണ്ടേ? SSB by K - 1 ആണ്. SSB by K - 1 ആണ് നമുക്ക് ഇക്വേഷൻ. ഇവിടെ നമുക്ക് SSB പക്ഷെ തന്നിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ? ടോട്ടൽ സം ഓഫ് സ്ക്വയർ തന്നിട്ടുണ്ട്. 182.43. സോ ഇവിടെ ഈ രണ്ടാൾക്കാരെയും ആഡ് ചെയ്താലാണല്ലോ ഇതിലെ ടോട്ടൽ കിട്ടുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ SSB എന്ന് പറയുന്നത് എന്തായിരിക്കും? TSS - SSW. ഈ ടോട്ടലിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ? SSB കിട്ടില്ലേ? നമുക്ക് എന്താ SSB കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 182.43 - 42.62. എത്ര ആൻസർ വരുന്നത്? അപ്പൊ നമ്മൾ SSBന്റെ ആൻസർ എന്തായിരിക്കും വരിക? SSBന്റെ ആൻസർ വരുന്നത് 139.81. 139.81 ആയിരിക്കും എന്ത് നമ്മളെ SSB കിട്ടുക. ദാറ്റ് ഈസ് 139.81. സോ SSB കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ MSB കാണാലോ. SSB കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? MSB നമുക്ക് കാണാം. ഈസി അല്ലേ? എങ്ങനെയാണ്? MSB is equal to SSB divided by K - 1. This is equal to ഈ ടേബിളില് ഇവിടെ കാണുന്ന ആള് SSB ആണ്. ഇതെന്താണ്? K - 1 ആണ്. സോ 139.81 ഡിവൈഡഡ് ബൈ എന്താണ്? 3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 46.6 ആണ്. ഇവിടെ എത്രയാണ് വരുന്നത്? 46.6 വന്നു. ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? F. ആദ്യം തൊട്ടൊന്നും കൂടെ പറയാം. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ ഒരാളെ തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്താണ്? 22 - 3 ചെയ്തപ്പോൾ 19 കിട്ടി. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ സം ഓഫ് സ്ക്വയറും SSW തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ? SSB കാണാൻ വേണ്ടി ഈ ടോട്ടൽ മൈനസ് SSW. അപ്പൊ എന്താ? SSB. ഇവിടെ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ആ വാല്യൂ കിട്ടി. ഇനി MSW MSS നമ്മളെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ SSB ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ നമുക്ക് എന്താ? 46.6 കിട്ടി. ഇനി MSW എന്ന് പറയുന്നത് SSW ഡിവൈഡഡ് ബൈ നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ 42.62 ഡിവൈഡ് ബൈ 19 ചെയ്തപ്പോൾ നമുക്ക് 2.24 കിട്ടി. ഇനി ലാസ്റ്റ് നമ്മൾ F കാണാനല്ല, നമ്മൾ F റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അത് MSB ഡിവൈഡഡ് ബൈ MSW ആണ്. സോ ഇവിടെ MSB ഉണ്ട്, ഇവിടെ MSW ഉണ്ട്. ഇതെന്താ? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. ഈ വാല്യൂ ഡിവൈഡ് ബൈ അടുത്ത വാല്യൂ. സോ 46.6 ഡിവൈഡഡ് ബൈ 2.24. 46.6 ഡിവൈഡ് ബൈ 2.24. എഫിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടിയത്? എഫിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? എഫിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് F is equal to 20.8 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ്, അത് 2 അല്ല, അത് 3 തന്നെയാണ്. കാരണം നമുക്ക് ഈ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു നോക്കിയാൽ കാണാം. ഇവിടെ K-1 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വാല്യൂ എന്ന് പറയുന്നത് K-1 ആണ്. ഈ വാല്യൂ K അല്ല, പകരം എന്താണ്? K-1 ആണ്. ഈ വാല്യൂ N - K ആണ്. ആൻഡ് ഈ വാല്യൂ N - 1 ആണ്.
ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അത് കാണാം. ഇവിടെ k-1 ആണ്, ഇത് n-k ആണ്, ലാസ്റ്റ് എന്ന n-1 ആണ്. സോ ഇവിടെ എന്താണ് SSB ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് SSB ആണ്, ഇത് SSW ആണ്, ഇത് TSS ആണ്. ഇനി ഇവിടെ ഇത് MSB ആണ്, ഇത് MSW ആണ്. F എന്ന് പറയുന്നത് MSB ഡിവൈഡഡ് ബൈ MSW ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 20.8 ആണ് കിട്ടിയിട്ടുള്ളത്. 20.8 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി മുഹമ്മദ്, ഇതില് ഈ ഒരു ടേബിൾ അല്ല, പകരം ആദ്യത്തെ ആ ട്രീറ്റ്മെന്റ്സ് ഒക്കെയുള്ള ടേബിൾ ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്താണ്, അവിടെ നമുക്ക് കെയും പിന്നെന്താണ് n ഒക്കെ ആയിരിക്കും കിട്ടുക. അതിൽ നിന്ന് k-1, n-1, n-k ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിളിലേക്ക് എത്തുക. ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി. ഇനി എഫിന്റെ എന്താണ് വാല്യൂ 20.8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എഫിന്റെ വാല്യൂ 20.8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ആൽഫ ആണെങ്കിൽ നമ്മൾ എന്താണ് റിജക്ട് H0 ആണ് ചെയ്യുക. ഇതാണ് എന്ത് നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ. ഇനി ഇവിടെ എഫിന്റെ വാല്യൂ 20.8ഉം എഫ് ആൽഫേന്റെ വാല്യൂ 3.13 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ഈ വാല്യൂ എന്താണ്? വലിയ വാല്യൂ അല്ലേ? സോ എഫിന്റെ വാല്യൂ എന്താണ്? എഫ് ആൽഫേനെക്കാട്ടും എന്താ വലിയ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എഫ് ആൽഫേനെ വാല്യൂനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ്. അപ്പൊ ഇത് എവിടെയാണ് ഈ വാല്യൂ വരുന്നത്? ക്രിട്ടിക്കൽ റീജിയനിലാണ്. അപ്പൊ ഞാൻ എന്താക്കും? ഞാൻ റിജക്ട് H0 ചെയ്യും. ഞാൻ എന്താക്കും? എന്റെ H0നെ റിജക്ട് ചെയ്യും. എന്റെ H0 എന്താണ്? ഓൾ മീൻസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്റെ മീൻ വാല്യൂസ് എല്ലാം ഈക്വൽ അല്ലാന്ന് കിട്ടി. H1 എന്താണ്? മീൻസ് ആർ നോട്ട് ഈക്വൽ. ഇതാണ് എന്റെ H1. സോ ഇവിടെ നമ്മൾ H0 റിജക്ട് ചെയ്തു. അതായത് ഈ മീനുകൾ തമ്മിൽ എന്താ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. ഇവർ തമ്മിൽ എന്താ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. അതാണ് എന്ത് നമ്മളുടെ H0 നമ്മൾ റിജക്ട് ചെയ്തു. അതുകൊണ്ട് സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ എക്സാമിന്റെ പോർഷൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഇക്വേഷൻസും, എല്ലാ ചാപ്റ്ററിലെ ഇക്വേഷൻസ് നമുക്ക് ഒന്ന് നോക്കി പോവാം. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് നമുക്ക് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് n(xy) മൈനസ് (x) (y) ഡിവൈഡഡ് ബൈ √n(x²) മൈനസ് (x) the whole square into square root of n(y²) മൈനസ് (y) the whole square. ഇതായിരുന്നു നമ്മളുടെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇക്വേഷൻ. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്തായിരുന്നു? കോവേരിയൻസ് ഓഫ് XY ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് X ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y. ഇനി നെക്സ്റ്റ് റോ എന്താണ്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ് എന്ത് നമ്മൾ റോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 6 d² ബൈ n ഇൻറ്റു n² - 1. ഇവിടെ D എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആണ് നമ്മളെ D എന്ന് പറയുന്നത്. പിന്നെ ഇനി റോ ഇസ് ഈക്വൽ ടു റിപ്പീറ്റഡ് ആയിട്ട് റാങ്ക്സ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരേ റാങ്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മളുടെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു CF കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. കറക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് CF is equal to summation m³ minus m divided by 12. That is equal to 1 - 6 summation d² plus correction factor divided by n into n² minus 1. ഈ 3 ഇക്വേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിൽ R-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1ന്റെയും +1ന്റെ ഇടയിലാണ്. പിന്നെ R is equal to 0 ആണെങ്കിൽ, ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഉണ്ടാവുക? R is equal to 0 ആണെങ്കിൽ ഒരു കോയിൻസൈഡ് ചെയ്യൂ. R is equal to 0 ആണെങ്കിൽ അത് നമ്മൾ റിഗ്രഷൻ ലൈൻസിന്റെ കേസിലാണ്. R is equal to 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് എന്താ കോയിൻസൈഡ് ചെയ്യും. R is equal to 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. R is equal to 1 ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ് കോയിൻസൈഡ് ചെയ്യും. സോ ഇനി റിഗ്രഷന്റെ അനാലിസിസ്, റിഗ്രഷന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? X on Y ഉണ്ട് റിഗ്രഷൻ ലൈൻ, Y on X ഉണ്ട്.
ഇങ്ങനെ രണ്ട് റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻ ടു വൈ മൈനസ് വൈ ബാർ. ഇവിടെ വൈ ഓൺ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് ഓൺ വൈ ആണെങ്കിൽ വൈന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആരാണ്? ബി എക്സ് വൈ ആണ്. വൈ ഓൺ എക്സ് ആണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കൂടെയുള്ള ആൾ എന്ന് പറയുന്ന ആരാണ്? അത് ബി വൈ എക്സ് ആണ്. പിന്നെ ബി എക്സ് വൈ കാണാനുള്ള ഇക്വേഷൻ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ ആണ്. സെക്കൻഡ് ഉള്ളത് ആരാണ്? വൈ ആണ്. സോ അതുകൊണ്ട് എന്താ? വേരിയൻസ് ഓഫ് വൈ. ഇനി ബി വൈ എക്സ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താണ്? ബി വൈ എക്സ് കാണാൻ വേണ്ടി ഇക്വേഷൻ ആണെങ്കിലോ അത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? ആദ്യത്തേത് ഇതാണ്, ഈ കോഎഫിഷ്യന്റ് വൈന്റെ കോഎഫിഷ്യന്റ് ബി എക്സ് വൈ ആണ് എക്സ് ഓൺ വൈന്റെ കേസിൽ. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആരാണ്? ബി വൈ എക്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ബി എക്സ് വൈക്കും ബി വൈ എക്സിനും എന്താണ്? സെയിം സൈൻ ആയിരിക്കും ഉണ്ടാവുക. ബി രണ്ടാളും ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാളും എന്താണ്? അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ബി എക്സ് വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി R is equal to plus or minus square root of byx into bxy. റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ജോമെട്രിക് മീൻ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ജോമെട്രിക് മീൻ ആണ് എന്ത്? നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആറിന്റെ സൈൻ എന്താണ്? R is equal to പ്ലസ് ആയിരിക്കും. എപ്പം? R is equal to പ്ലസ് ആയിരിക്കും. ഏത് കേസില്? ബി എക്സ് വൈയും ബി വൈ എക്സും പ്ലസ് ആകുമ്പോൾ ആറും പ്ലസ് ആണ്. ഇനി ആറും മൈനസ് ആയിരിക്കും. എപ്പം? ബി എക്സ് വൈയും ബി വൈ എക്സും മൈനസ് ആകുമ്പോൾ. പിന്നെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഇനി ബി എക്സ് വൈ ആണെങ്കിലോ ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ഇവിടെ ബി എക്സ് വൈ ആണെങ്കിൽ എക്സ് ആണ് എന്ത്? ആദ്യത്തെ ടേം. അപ്പൊ എന്താ? അത് മുകളിൽ എഴുതി. വൈ ആണെന്ത്? രണ്ടാമത്തെ ടേം വരുന്നത്. സോ അതെന്താ? താഴെ എഴുതി. ആർ ഇവിടെ രണ്ടിലും കോമൺ ആണ്. ഇവിടെ ഫസ്റ്റ് വരുന്ന വൈ ആണ്, സെക്കൻഡ് വരുന്ന എക്സ് ആണ്. സോ സിഗ്മ വൈ, ഇവിടെ സിഗ്മ എക്സ്. പിന്നെ അടുത്ത ചാപ്റ്റർ എന്താ? നമ്മളെ ഇന്റഗ്രേഷൻ ആണ്. അതിലെന്തൊക്കെ ഇമ്പോർട്ടൻറ്റ്? എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. സി എന്താണ്? എന്റെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ 0 ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണ്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിലോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? ഇതിനെന്താ ആപ്ലിക്കേഷൻ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. y is equal to f of x. അത് നമ്മളെ ഫംഗ്ഷൻ ആണ്. പിന്നെ y ഡാഷ്, അതായത് dy by dx is equal to f dash of x. ഇതെന്താണ്? നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് എന്ത്? നമ്മളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് വരുന്നത് ഇത്രയാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. രണ്ട് കേസിലും എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ? 0നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താവും? എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് എനിക്ക് അറിയണം. ആ വാല്യൂ എന്താണ്? മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാൻ അപ്പൊ നമ്മൾ എന്താ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്താണ്? മാക്സിമം ആണ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്താണ്? മിനിമം ആയിരിക്കും. സോ തേർഡ് ചാപ്റ്റർ കഴിഞ്ഞില്ല, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ഫോർത്ത് ചാപ്റ്റർ നമ്മൾ റാൻഡം വേരിയബിൾസിൽ നമ്മൾ മീന് പഠിക്കുന്നുണ്ട്, പിന്നെന്താണ്? വേരിയൻസ് പഠിക്കുന്നുണ്ട്. അത് ഡിസ്ക്രീറ്റിന്റെ കേസിലും പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂസിന്റെ കേസിലും പഠിക്കുന്നുണ്ട്. നമുക്കതിൽ ഡിസ്ക്രീറ്റിന്റെ കേസും ഉണ്ട്,
ഡിസ്ക്രീറ്റും പഠിക്കുന്നുണ്ട്, പിന്നെന്താണ് കണ്ടിന്യൂസും പഠിക്കുന്നുണ്ട്. സോ അതിലെന്തായിരുന്നു, സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആണ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ. കണ്ടിന്യൂസ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ഇന്റഗ്രൽ എക്സ് പി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. അത് തന്നെയാണ് എന്ത്, നമുക്ക് ഇവിടെ വേരിയൻസ് വരുന്നത്. വേരിയൻസിന്റെ ഇക്വേഷൻ എന്താ, രണ്ട് കേസിലും സെയിം ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സമ്മേഷൻ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആയിരിക്കും. അകത്ത് എക്സ് ആണെങ്കിൽ പുറത്തേക്ക് എന്താ എക്സ് തന്നെ, അകത്തിന് എക്സ് സ്ക്വയർ ആണെങ്കിൽ പുറത്തേക്ക് എന്താ എക്സ് സ്ക്വയർ ആയിരിക്കും വരിക. ഇനി ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഏത് കണ്ടിന്യൂസിന്റെ കേസ് ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും കിട്ടുക. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു PMF പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ PDF പഠിച്ചിട്ടുണ്ടായിരുന്നു. PMF പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എല്ലാ പ്രോബബിലിറ്റീസ് എന്താണ്, ഗ്രേറ്റർ ദാൻ എന്താണ് 0 ആയിരിക്കണം. പിന്നെ സമ്മേഷൻ P ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് ഈ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. പിന്നെ ഇനി എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എല്ലാം എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പിന്നെ സമ്മേഷൻ അല്ല ഇന്റഗ്രേഷൻ ആണ് വരിക. ഏത് കേസിൽ, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഡി എക്സ് എന്തായിരിക്കണം, അത് 1 ആയിരിക്കണം കിട്ടേണ്ടത്. പിന്നെന്തായിരുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇവിടെ എന്താണ്, സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആയിരിക്കും, എക്സ് ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താണ്, ഇന്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. പി ഓഫ് എക്സ് ഇവിടെ എന്താണ്, ഇവിടെ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിൽ വരുന്ന എന്താണ്, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളത്, ഈ ചാപ്റ്ററിൽ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്, വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. അകത്ത് പ്ലസോ മൈനസോ ആയിക്കോട്ടെ, പുറത്ത് എന്ത് തന്നെയാണ്, അത് പുറത്ത് മൈനസ് തന്നെയായിരിക്കും വരിക. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മളെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ എന്തായിരിക്കും വരിക, അതിൽ നമ്മൾ 2 ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പഠിക്കുന്നുണ്ട്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, ബൈനോമിയൽ പഠിക്കുന്നുണ്ട്, പോയ്സോൺ പഠിക്കുന്നുണ്ട്. ഇതില് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. നമ്മളുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ വരുന്നത് എന്തായിരുന്നു, NCX P raised to x Q raised to n minus x, where x is equal to 0, 1, 2, etc. and Q is equal to 1 minus P equal to 0 otherwise. ഇതായിരുന്നു എന്ത്, എന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഏത് കേസിൽ, എന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. ഇനി പോയ്സോൺ ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുക, പോയ്സോണിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to minus lambda raised to x by x factorial, where x is equal to 0, 1, 2, etc. ഇതാണ് നമ്മളെ ഇക്വേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ബൈനോമിയലിന്റെ മീനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, മീൻ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, NP ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് ഇസ് ഈക്വൽ ടു NPQ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് NPQ ആണ്. ഇനി പോയ്സോണിന്റെ കേസിൽ, പോയ്സോണിൽ എന്താ, മീനും വേരിയൻസ് എന്താ ഈക്വൽ ആണ്, മീൻ ലാംഡ ആണ്. വേരിയൻസ് എന്താടാ, അതും എന്താണ്, ലാംഡ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, റൂട്ട് ലാംഡ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, അത് റൂട്ട് ലാംഡ ആയിരിക്കും.
സോ അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. പിന്നെ പോയ്സോണിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്, പോയ്സോണിനെ നമ്മൾ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്നും പറയാറുണ്ട്. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്നും നമ്മൾ എന്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ പറയാറുണ്ട് അല്ലെ. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ്. ഇത്രയല്ലേ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കൊരു നോർമൽ കർവ് ഉണ്ട്. അതെന്താണ്? സിമെട്രിക് ആണ്. അത് സിമെട്രിക് അബൌട്ട് മീൻ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നോർമൽ കർവിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഇതെന്താണ് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതെന്തായിരിക്കും? എന്തൊക്കെ എഴുതാൻ പറ്റും? സിമെട്രിക് അബൌട്ട് മീൻ ആണ്, ബെൽ ഷേപ്ഡ് കർവ് ആണ്, പിന്നെന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. പിന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണി മോഡലാണ്. നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് β1 is equal to 0 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് ഇതെന്താണ്? മീസോകർട്ടിക് ആണ്. സോ നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് എന്ന് പറയുന്നത് β2 is equal to 3 ആണ്. പിന്നെ ഇതിന്റെ മാക്സിമം ഹൈറ്റ് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് is at മാക്സിമം ഹൈറ്റ് ഓഫ് ദി കർവ് എവിടെയാണ് വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിലാണ് എന്ത് മാക്സിമം ഹൈറ്റ് വരുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/σ√2π. 1/σ√2π ആണ് നമ്മളെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? അത് 1/σ√2π ആണ്. 1/σ√2π. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് അതിനെ പറയുന്നുണ്ട്. ഏതെങ്കിലും 4 എണ്ണൊക്കെ ആയിരിക്കും ചോദിക്കുക, അത് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് എഫ് ഓഫ് എക്സ്, നമ്മളെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/σ√2π e⁻⁻² x മൈനസ് μ/σ² ഇവിടെ എന്താണ്? എക്സ് മൈനസ് ഇൻഫിനിറ്റിന്റെ ഇടയിലാണ്, മ്യൂ അതേപോലെ തന്നെ -∞ ഇടയിലാണ്. ഇനി സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണ്. സിഗ്മ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ ഇത്രയല്ലേ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന കാര്യം. ഇതില് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു σ² ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ വരുന്നത് എന്താണ്? നമ്മളെ Z ട്രാൻസ്ഫോർമേഷൻ പഠിക്കുന്നുണ്ടല്ലോ. Z ട്രാൻസ്ഫോർമേഷൻ Z ഫോളോസ് n01 ആണെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത്, എക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, എക്സ് ഫോളോസ് നോർമൽ μ∑², മീനും പിന്നെന്താ വേരിയൻസും. ഇനി ഇവിടെ ബൈനോമിയൽ ആണെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് ഫോളോസ് ബൈനോമിയൽ NP ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇനി അത് പോയ്സോൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലോ എക്സ് ഫോളോസ് പോയ്സോൺ ലാംഡ. പോയ്സോൺ ഈ പ്രോബിലിറ്റിന്റെ അകത്ത് വരുന്ന ആളായിരിക്കും, അതെന്താണ്? പോയ്സോൺ, അത് ലാംഡയാണ്. ഇനി ഇവിടെ എക്സിനെ നമ്മൾ എങ്ങനെ Z ആക്കും? എക്സിനെ Z ആക്കാൻ വേണ്ടി Z ഇസ് ഈക്വൽ ടു x മൈനസ് μ/σ ആണ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ദിസ് വിൽ ഫോളോ n01. സെഡിന്റെ വാല്യൂ ഇങ്ങനെ കാണണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളെ സാമ്പിളിന്റെ മീന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എക്സ് ബാർ എന്നാണ്. പോപ്പുലേഷന്റെ മീനിനെ ഡിനോട്ട് ചെയ്യുക, പോപ്പുലേഷന്റെ മീനാണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക അതിനെ മ്യൂ എന്നാണ്. ഇനി സാമ്പിളിന്റെ വേരിയൻസിനെ വേരിയൻസ് ഡിനോട്ട് ചെയ്യുക S² എന്നാണ്. പോപ്പുലേഷന്റെ വേരിയൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക σ² എന്നാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക S എന്നാണ്. ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്തായിരിക്കും? സിഗ്മ എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കാര്യം എന്താണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആൻഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് is equal to NCN ആയിരിക്കും. എന്താണ്? NCN ആയിരിക്കും. ഇനി
അത് n ആയിരിക്കും. ആരുടെ കേസിൽ? SRSWR ആണെങ്കിൽ n ആയിരിക്കും. ഇവിടെ n എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സൈസ് ആണ്. നമ്മൾ എടുത്തിട്ടുള്ള പോപ്പുലേഷൻ, മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ സൈസ് ആണ് എന്ത്? നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ n എന്താണ്? അത് സാമ്പിളിന്റെ സൈസ് ആയിരിക്കും. അതെന്താണ്? സാമ്പിളിന്റെ സൈസ് ആണ് എന്ത്? നമ്മളെ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് NCN ആൻഡ് n. ഇതിന്റെ പ്രോബബിലിറ്റി, അതായത് ഇതിൽ നിന്നൊരു സാമ്പിൾ, ഈ സാമ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/NCN. ഇവിടെ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/n ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എററും വേരിയൻസും പറയുന്നുണ്ട്. സോ SRSWR ആണെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു variance of sample mean, variance of x bar എന്ന് പറയുന്നത് this is equal to n minus n by n minus 1 into sigma square by n. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്താണ്? root of variance of x that is equal to root of n minus n by n minus 1 into sigma square by n. ഇനി SRSWR ആണെങ്കിൽ നമ്മളെ വേരിയൻസ് എന്തായിരിക്കും? ഈ ഒരു കേസിൽ നമ്മളെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ n ആണ്. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും ആ കേസിൽ? റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ n ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n. ഇതാണ് നമ്മളെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 3 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ട്. കൈ സ്ക്വയർ പഠിക്കുന്നുണ്ട്, ടി പഠിക്കുന്നുണ്ട്, പിന്നെ എഫ് പഠിക്കുന്നുണ്ട്. കൈ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Zn സ്ക്വയർ ദെൻ ഇറ്റ് ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതെന്താണ്? കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ Z സ്ക്വയർ മാത്രമാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് ഫോളോ ചെയ്യുന്നതാണ് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ Z എന്താണ്? അത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. എന്താണത്? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. ഇനി ഇതിന്റെ മീനും വേരിയൻസും, ഇതിന്റെ മീൻ എന്ന് പറയുന്നത് n ആണ്. ദാറ്റ് ഈസ് മീൻ ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു n. വേരിയൻസ് ഓഫ് കൈ സ്ക്വയർ എന്ന് പറയുന്നത് അത് 2n ആണ്. പിന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ടീന്റെ ഇക്വേഷൻ എന്താണ്? ടി ഇസ് ഈക്വൽ ടു Z എന്താണ്? നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y ബൈ n. എന്താണ് റൂട്ട് ഓഫ് y ബൈ n? y എന്ന് പറയുന്നത് നമ്മളെ കൈ സ്ക്വയർ വേരിയബിൾ ആണ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇനി ഇതിന്റെ മീൻ എന്ന് പറയുന്നത്, ഇവിടെ മീൻ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ടി കിട്ടിയിട്ടുണ്ട്, 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളെ വേരിയൻസ് ഓഫ് ടി എന്താണ്? വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു n ബൈ n മൈനസ് 2 വേർ n ഇസ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെ ടി എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? ടി ഇസ് സിമെട്രിക് അബൌട്ട് 0. ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് ടി ഇസ് ഈക്വൽ ടു 0. സിമെട്രിക് അബൌട്ട് ടി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ആരാണ്? നമ്മളെ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത്. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? 2 കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാ. സോ എഫ് ഇസ് ഈക്വൽ ടു chi 1 square by n1 divided by chi 2 square by n2. ഇതാണ് നമ്മളുടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഫോളോ ചെയ്യുന്നത് എഫ് വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഈ ഒരു എഫ് വേരിയബിൾ ഫോളോ ചെയ്യുന്നത്. ഇനി 1/f ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതെന്താണ്? n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും അത് ഫോളോ ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് എന്താണ്? ഇതിന്റെ മീനും വേരിയൻസ് നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷനും എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി ഇതിൽ 3 കേസിലും നമ്മളെ സാമ്പിൾ സൈസ് ലാർജ് ആയി കഴിഞ്ഞാൽ, ഇവർ മൂന്നാളും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക.
സോ ഇത്രയേ ഉള്ളൂ നമ്മളെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മളെ 7th ചാപ്റ്റർ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മളെ 8th ചാപ്റ്ററിൽ നമ്മൾ 4 ഗുഡ് എസ്റ്റിമേറ്റർ ആവാനുള്ള 4 കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അൺബയാസ്നെസ് എന്ന് പറയുന്നത് ടി നമ്മളൊരു എസ്റ്റിമേറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എസ്റ്റിമേറ്റർ ആണ്. തീറ്റ നമ്മളെ പാരാമീറ്റർ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു പാരാമീറ്റർ. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ നമ്മൾ പറയാതെ എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് നമ്മൾ പറയും. ഇനി എന്താണ് കൺസിസ്റ്റൻസി? അതായത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? ടി ഒരു എസ്റ്റിമേറ്റർ ആണ്, തീറ്റ ഒരു പാരാമീറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ ആൻഡ് വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ലാർജ് ആവുന്നതിനനുസരിച്ച് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്താണ്? അത് തീറ്റയിലേക്ക് പോവും. വേരിയൻസ് ഓഫ് ടി എന്താണ്? അത് 0ലേക്കായിരിക്കും പോവാം. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എഫിഷ്യൻസി. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് എഫിഷ്യന്റ് എഫിഷ്യൻസി. ഇവിടെ നമുക്ക് 2 എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, T1 ആൻഡ് T2. അവരെന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കണം. അവർ രണ്ടാളെന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക? T1 is more efficient than T2. T1 is more efficient than T2. T1 എന്താണ്? T2വിനെക്കാട്ടും എന്താണ്? കൂടുതൽ എഫിഷ്യന്റ് ആണ് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? ഇഫ് statistic contain all the information, അതായത് നമ്മളെ സാമ്പിൾ, it contains all the information about the parameter, about the population. നമ്മളെ പാരാമീറ്റർ അഥവാ ആ പാരാമീറ്റർ ഇരിക്കുന്ന പോപ്പുലേഷനെ പറ്റി എല്ലാ ഐഡിയയും നമുക്ക് എന്താണ്? ഈ സാമ്പിളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താണ്? അതൊരു സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയും. സോ ഈ ഒരു 4 കേസസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം പോയിന്റ് എസ്റ്റിമേഷന്റെ കേസായിരുന്നു. ഇനി ഇന്റർവൽ എസ്റ്റിമേഷന്റെ കേസിൽ നമുക്ക് 1 - alpha into 100% കോൺഫിഡൻസ് ഇന്റർവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 - alpha into 100% കോൺഫിഡൻസ് ഇന്റർവൽ. ഇവിടെ 1 - alpha എന്ന് പറയുന്നത് കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു കോൺഫിഡൻസ് കോഎഫിഷ്യന്റ്. ഇതെന്താണ്? കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് ആണ്. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 - alpha എന്താണ്? കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് ആണ്. ഇനി നെക്സ്റ്റ് അതിന്റെ ഇക്വേഷൻ, അത് 2 എന്താണ്? നമ്മളുടെ പോപ്പുലേഷൻ മീനിന്റെ കേസിൽ നമ്മളുടെ ഇന്റർവൽ എസ്റ്റിമേഷൻ വഴി എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ √n z alpha by 2 x bar plus sigma by √n z alpha by 2. ഇതെന്താണ്? റേഞ്ച് വരുന്നത്. എക്സ് ബാർ എന്താണ്? സാമ്പിൾ മീൻ ആണ്. സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡിന്റെ നമ്മളെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. n എന്താണ്? സാമ്പിൾ സൈസ് ആണ്. z എന്താണ്? നമ്മളുടെ നോർമൽ വേരിയേറ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 8th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതില് 95% കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ z alpha by 2ന്റെ വാല്യൂ 1.96 ആണ്. 99% കോൺഫിഡൻസ് ഇന്റർവൽ ആണെങ്കിൽ z alpha by 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.58 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ഏത് ചാപ്റ്റർ? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. സിംഗിൾ മീനിന്റെ കേസിൽ H0 എന്ന് പറയുന്നത് mu is equal to mu naught. H1 എന്ന് പറയുന്നത് mu not equal to mu naught ഉണ്ട്. അതെന്താണ്? 2 tailed ടെസ്റ്റ് ആണ്. പിന്നെന്താണ്? mu greater than mu naught ഉണ്ട്. അത് റൈറ്റ് ടൈൽഡ് ആണ്. mu ലെസ് ദാൻ mu naught ഉണ്ട്. അതെന്താണ്? അത് ലെഫ്റ്റ് ടൈൽഡ് ആണ്. ഇതാണ് നമ്മളെ ഹൈപ്പോത്തസിസ്. പിന്നെ നമുക്ക് z ഉണ്ട്. z is equal to x bar minus mu by sigma by √n. ഏത് കേസിൽ n എന്താണ്? ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. സിഗ്മ എന്തായിരിക്കണം? അറിഞ്ഞിരിക്കണം. ഇനി സിഗ്മ അറിയില്ലെങ്കിൽ z എന്തായിരിക്കും? z-ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x bar minus mu by sigma by s by √n ആയിരിക്കും. നമുക്കിവിടെ സിഗ്മ എന്താണ്? അൺനോൺ ആണ്. n എന്താണ്? ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. ഇനി n ലെസ് ദാൻ 30യും അതേപോലെ തന്നെ s മാത്രമേ അറിയുള്ളൂ എങ്കിൽ, s എന്താണ്? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത്രേ അറിയുള്ളൂ എങ്കിൽ നമ്മളുടെ
ഇക്വേഷൻ എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് വൺ. എൻ മൈനസ് വൺ എന്താണ്? എൻ മൈനസ് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ ഇതാണ് ആ ഒരു കേസിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ. ഇനി രണ്ട് പോപ്പുലേഷൻ മീൻ, അതായത് രണ്ട് പോപ്പുലേഷൻ മീനിന്റെ കമ്പാരിസൺ ആണെങ്കിൽ നമ്മളെ എച്ച് നോട്ട് എന്ന് പറയുന്നത് മ്യൂ വൺ ഇസ് ഈക്വൽ ടു മ്യൂ ടു, എച്ച് വൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മ്യൂ വൺ നോട്ട് ഈക്വൽ ടു മ്യൂ ടു, നമ്മളുടെ ടു ടൈൽഡിന്റെ കേസ്, അല്ലെങ്കിൽ നമ്മളെ വൺ ടൈൽഡിന്റെ കേസ് ആണെങ്കിൽ മ്യൂ വൺ ലെസ് ദാൻ മ്യൂ ടു, പിന്നെന്താ മ്യൂ വൺ ഗ്രേറ്റർ ദാൻ മ്യൂ ടു. ഇതായിരിക്കും നമ്മളെ എച്ച് വണ്ണിന്റെ വാല്യൂ വരിക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സെഡ് ആയിരിക്കും. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ ഡിവൈഡ് ബൈ സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മ ടു സ്ക്വയർ ബൈ എൻ ടു. ഇതിന്റെ എന്താണ്? സ്ക്വയർ റൂട്ട് ആണ്. ഇത് ഏത് കേസിൽ? സിഗ്മ നോൺ ആണെങ്കിൽ, അതായത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമെങ്കിൽ. ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ സെഡിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടു. ഇതായിരിക്കും നമ്മളെ സെഡിന്റെ ഇക്വേഷൻ. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്? ഈ കേസിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ആണ്. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ആണ്. ഇനി ടി ആണെങ്കിൽ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ ടു. ടിന്റെ വാല്യൂ നമുക്ക് ടി ടേബിളിൽ നിന്ന് കിട്ടും. സെഡിന്റെ വാല്യൂ എവിടെ നിന്നാണ് കിട്ടുക? നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്നായിരിക്കും നമുക്ക് സെഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ ആൽഫ, നമ്മളെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒന്നെങ്കിൽ 0.05 ആയിരിക്കും, അല്ലെങ്കിൽ എന്നാൽ 0.01 ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ 0.05, അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 0.01. സെഡ് ആൽഫ ബൈ 2 വരെ ടു ടൈൽഡിന്റെ കേസിലാണ് ഇത് വരുന്നത്. ഇനി വൺ ടൈൽഡ് ആണെങ്കിൽ നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ, മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ. അതിന്റെ റെസ്പെക്റ്റീവ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സെഡ്, ഈ തന്നിരിക്കുന്ന ഈ വാല്യൂ എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. അതാണ് ഈ നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഇവര് ഈ ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ ടു ആണെങ്കിൽ നമ്മൾ എന്താക്കും? റിജക്ട് എച്ച് നോട്ട് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഗ്രേറ്റർ ദാൻ ഈ ഒരു റേഞ്ചിലാണ് നമ്മളുടെ ടീന്റെ വാല്യൂ അല്ലെങ്കിൽ സെഡിന്റെ വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ എന്താക്കും? അത് നമ്മൾ റിജക്ട് ചെയ്യും. സോ ഇത്രയുള്ള നമ്മളെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ള ചാപ്റ്റർ. പിന്നെ ആട്രിബ്യൂട്ട്സ് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക കൈ സ്ക്വയർ ആണ്. കൈ സ്ക്വയറിന്റെ ഇക്വേഷൻ വരുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. ഇവിടെ ഈ ഐ ജെ ആണ് നമ്മൾ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി, അത് ആർ ഐ ഇൻറ്റു സി ജെ ബൈ എൻ ആണ്. ആർ ഐ എന്ന് പറയുന്നത് റോ ടോട്ടൽ ആണ്. സി ജെ എന്ന് പറയുന്നത് കോളം ടോട്ടൽ ആണ്. ആൻഡ് നമ്മളുടെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. എൻ എന്താണ്? നമ്മളുടെ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്ന കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ ആയിരിക്കും. എച്ച് നോട്ട് എന്ന് പറയുന്നത് ദ വേരിയബിൾസ് ആർ ദേ ആർ ഇൻഡിപെൻഡന്റ്. അവർ ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് എച്ച് നോട്ട് പറയുന്നത്. ഇനി എച്ച് വണ്ണ് പറയുന്നത് ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. അതാണെന്ത് നമ്മളെ എച്ച് വണ്ണ് പറയാം. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻ. നമ്മൾ ഏറെക്കുറെ എല്ലാ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്താണ്? എക്സാം ഹോളിൽ പോവാ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ എക്സാം ഒക്കെ നന്നായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കണം എന്നുണ്ടോ? ഇന്ന് ഡിസ്കസ് ചെയ്ത് അത്രയും. എനോവ നിങ്ങൾ ഇന്നലെ വേണമെന്ന് പറഞ്ഞു, ഓക്കെ ഫൈൻ. ഇന്ന് നമ്മൾ എനോവ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്ന് എന്താണ്? നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ള നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 1 തൊട്ട് 9 വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനോവ 10th ചാപ്റ്ററിലെ എനോവേനെ പറ്റിയിട്ടും ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി എക്സാം ആണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം അടിപൊളിയാവട്ടെ. എക്സാം അടിപൊളിയാക്കാം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം എല്ലാവരും ഉഷാറാക്കുക. ഇനിയിപ്പോ വൈകുന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.